ഏതൊക്കെയാണ്? ആയു സത്വഗുണത്തിലെ ഭക്ഷണങ്ങൾ നമുക്ക് ആയുസ് വർദ്ധിപ്പിക്കും, ബലം, ആരോഗ്യമൊക്കെയും വർദ്ധിപ്പിക്കും എന്നെല്ലാം നമ്മൾ കണ്ടു. ഇനി ഇവിടെ നമ്മൾ രാജസ ഗുണത്തില് രജോ ഗുണം അല്ലെങ്കിൽ പിന്നീട് അടുത്ത ശ്ലോകം പറയുന്നത് തമോ ഗുണം. ഈ രണ്ട് ഗുണം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ത്രിഗുണം എന്നുള്ള 3 മോഡ്സ് ഓഫ് നേച്ചർ അതിൽ വെച്ചിട്ട് പറയുമ്പോൾ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളാണ്, അതിന്റെ സ്വഭാവ രീതി എന്താണ് എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കട്വ, അമ്ല, കടു എന്നാണ്. കടു എന്നാ പറയാ. കടു ആയിട്ടുള്ള ഭക്ഷണം, അമ്ല ഗുണമുള്ളത്, രണ്ടും കൂടി ചേർക്കുമ്പോഴാണ് കട്ടു അമ്ല എന്ന് വരുന്നത്. ലവണ, അത്യുഷ്ണ, അപ്പൊ പിന്നെ തീക്ഷ്ണ, രൂക്ഷ, ഇതൊക്കെ ഈ ഒരു സ്വഭാവത്തിലുള്ളത്. നമ്മൾ മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാല് അധികം കയ്പ്, എരിവ്, പുളി, ഉപ്പ്, ചൂട്, തീക്ഷ്ണമായിട്ടുള്ളത് അല്ലെ, രൂക്ഷമായിട്ടുള്ളത്, ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ദുഃഖ ശോകമയം ആയിരിക്കും. നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെ മാനസികമായിട്ടും അത് നമ്മളെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്തൊക്കെയാണ്? യാതയാമം, ഗതരസം, പൂതി, ഉച്ഛിഷ്ടം, അമേദ്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തമോ ഗുണത്തിൽപ്പെട്ടത്. ഇവിടെ നമുക്ക് വിവർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് 3 മണിക്കൂറിന് മുന്നേ പാകം ചെയ്തത്. അപ്പൊ ഒത്തിരി പഴകിയ ഭക്ഷണം നമുക്ക് 3 മണിക്കൂറിന് മുന്നേ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ജീവിത രീതിക്ക് അനുസരിച്ച് 3 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് അധികം ഓൾഡ് ഫുഡ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെയൊക്കെ ജീവിതം വന്നുപോയി. അതുകൊണ്ട് നമുക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കും 3 മണിക്കൂർ കൂടുമ്പോൾ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ വളരെ ദൂര സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാകുമ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് ഫുഡ് പാകം ചെയ്ത്, അല്ലെങ്കിൽ തലേന്ന് രാത്രിയിലൊക്കെ ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ ആയിരിക്കാം ലേറ്റ് ആയിട്ട്, എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് രാവിലെ ചൂടാക്കി എടുത്തിട്ട് കൊണ്ടുപോയി കഴിക്കുന്നവരുണ്ടാവാം അല്ലെ. അങ്ങനെയൊക്കെ പലതരത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ മാറ്റിമറിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്ന് RCCയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ക്യാൻസറസ് ആയിട്ടുള്ള രോഗങ്ങളൊക്കെ വന്ന് RCCയിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് മെയിനായിട്ട് പറയുന്നുണ്ട് ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ പാടില്ല, ഫ്രിഡ്ജ് വെച്ച ഭക്ഷണം കഴിക്കാൻ പാടില്ല, അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ ചൂടാക്കിയിട്ട് ഒട്ടുമേ കഴിക്കാൻ പാടില്ല. പക്ഷെ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കും, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉടനെ അതെടുത്ത് ഓവനിൽ വെക്കും അല്ലെ, ഓവനിൽ വെച്ചിട്ട് അതിനെ ചൂടാക്കി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഇതൊക്കെയും എങ്ങനെയാണ് തമോ ഗുണത്തിൽപ്പെട്ട ആഹാര സാധനങ്ങളാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫ്രിഡ്ജ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 3 മണിക്കൂറിൽ കൂടുതൽ പുറത്ത് ഒരു പ്രകൃതി അന്തരീക്ഷത്തിൽ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ അത് ചീത്തയായി പോകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒട്ടുമിക്കതും 99% ഫുഡ് ഐറ്റംസും മോർ ദാൻ 3 hours പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോകുന്നതാണ്. ഇപ്പൊ രാത്രി സമയങ്ങളിൽ നമ്മളത് ഫ്രിഡ്ജുകളിലൊക്കെ സൂക്ഷിക്കാറുണ്ട്. അല്ലെങ്കിൽ അതെന്തായിരിക്കും? ദുർഗന്ധം വമിപ്പിക്കും അല്ലെ. അപ്പൊ ദുർഗന്ധം വമിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉച്ഛിഷ്ടമായിട്ടുള്ളത്, തൊടാൻ പോലും കൊള്ളാത്തതായ ഭക്ഷണങ്ങളൊക്കെയുമാണ് സ്വഭാവികൾ അത് ഇഷ്ടപ്പെടും. തമോ ഗുണത്തിൽപ്പെട്ടവർക്ക് അതൊക്കെയാണ് താല്പര്യം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മളിപ്പോ ഇസ്കോൺ ഫോളോ ചെയ്യുന്നവര് കൂടുതലായിട്ടും പറയുന്ന അണിയൻ ഗാർലിക് ഉപയോഗിക്കാൻ പാടില്ല, ഉള്ളി വെളുത്തുള്ളി ഉപയോഗിക്കാൻ പാടില്ല, ടീ കോഫി കുടിക്കാൻ പാടില്ല അല്ലെ. ചായ ദക്ഷിണേന്ത്യക്കാർക്ക് ഒട്ടുമേ, എല്ലാവരും ഇസ്കോണിൽ പൊതുവെ ഇന്റർനാഷണലി പറയുന്ന ഒരു കാര്യമാണ്. ഒരു ദക്ഷിണേന്ത്യക്കാരനാണെങ്കിൽ ഇപ്പൊ ദക്ഷിണേന്ത്യ നമ്മുടെ കേരള, കർണാടക, അതുപോലെ തമിഴ്നാടു ഇവിടെയൊക്കെ ഉള്ളവർക്ക് ടീ കോഫി എന്ന് പറഞ്ഞത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. നോർത്ത് സൈഡ് അല്ലെങ്കിൽ വെസ്റ്റേൺ സൈഡിലുള്ളവരെക്കാളും ഒരു ബ്രിട്ടീഷ് സ്വഭാവം എപ്പോഴാണോ നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയെ കീഴടക്കിയ ആ ഒരു സമയത്ത് അവരായിട്ട് കൊണ്ടുവന്നതാണ് ടീ. ബ്രസീലിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നു. അപ്പൊ ആ ഒരു സമയത്ത് വന്നതാണ് ആ ഒരു ശീലം, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ശീലമാണ്. അല്ലെങ്കിൽ നമുക്ക് മുമ്പേ ഒക്കെ ഗോരക്ഷ വാണിജ്യമൊക്കെ ആയിരുന്നു നമ്മുടെ സാധാരണ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടായിരുന്നത്. കൗ പ്രൊട്ടക്ഷനിലൂടെ നമ്മൾ അത്യാവശ്യം പശുക്കുട്ടിക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മളും നമ്മുടെ ജീവനത്തിന് ആവശ്യമായിട്ടുള്ള പാലുൽപ്പന്നങ്ങൾ ഒക്കെ എടുത്തിരുന്നു. ഭഗവാന്റെ കാര്യത്തിലായാലും ഭഗവാൻ മക്കൻ ചോറാണ്, വെണ്ണ കട്ടുണ്ണും അല്ലെ. അപ്പൊ ഇതിൽ നിന്നൊക്കെയും ആ സമയത്തൊക്കെ ഭഗവാൻ ടീ കുടിച്ചിരുന്നു, കോഫി കുടിച്ചിരുന്നു. അതേ പറ്റിയല്ല പറയുന്നത്. പാലും തൈരും നെയ്യും വെണ്ണയും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ബ്രജവാസികൾ ഒക്കെയും തന്നെ. ഇപ്പൊ ഭക്തി ഉള്ളവര് അല്ലെങ്കിൽ ആ ഒരു സത്വഗുണത്തിലുള്ളവർ ഉപയോഗിച്ചിരുന്ന
ഭക്ഷണ സാധനം സമ്പൂർണ്ണ ആഹാരമായിട്ട് ഉപയോഗിച്ചിരുന്നതെല്ലാം പാലിനെയും പാൽ ഉൽപ്പന്നങ്ങളെയും ആ, ആ ഒരു അതിനെ സംബന്ധിച്ചുള്ളതായിരുന്നു കൂടുതൽ. അല്ലാതെ ഇപ്പൊ ടീയും കോഫിയും നോക്കുമ്പോൾ കഫീൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു അതിൽ അടങ്ങിയിട്ടുണ്ട്. വളരെ അധികമായിട്ടുള്ള ലെവലിലൊന്നും അല്ല എങ്കിൽ പോലും അത് നമുക്ക് അഡിക്ഷന് കാരണമാക്കുന്നുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരും, ചായ കുടിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ എനർജി കുറഞ്ഞ പോലെ തോന്നും. പക്ഷെ അതൊക്കെ ഇൻസ്റ്റന്റ് എനർജിയാണ്. നമ്മളിപ്പോ കാർബോണിക് ഡ്രിങ്ക്സ് ഉണ്ട്, നമുക്ക് പെപ്സി, കോള, മിറിണ്ട അമ്മാതിരിയുള്ള കാർബോണിക് ഡ്രിങ്ക്സ്. അത് കഴിക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് ഒരു ഷുഗർ ലെവൽ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ബ്ലഡിൽ അത് കൂടും. അപ്പൊ കാർബോണിക് ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഭക്തന്മാർ കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് അതും ചെറിയ രീതിയിലുള്ള അഡിക്ഷന് കാരണമാകും. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ അത് ഹെൽത്ത് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഒട്ടുമിക്ക ആളുകളിലും ലിവർ സിറോസിസ് വന്നിട്ട് മരിക്കുന്നുണ്ട്. ഒത്തിരി പേര് ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പോ ഒത്തിരി സിനിമാക്കാരൊക്കെ ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട് ഇപ്പൊ ഈ ഇടക്കാലത്തൊക്കെ. ഒരു വർഷത്തിനുള്ളിലൊക്കെ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ആരും തന്നെ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള മീൻസ് ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നവർ, ഫുഡ് ഐറ്റം അല്ല മീൻസ് ആൽക്കഹോൾ കുടിക്കുന്നവരല്ലേ, എന്താ ലഹരി പാനീയങ്ങൾ, മദ്യം ഒക്കെ കഴിക്കുന്നവരല്ലാത്തവർ പോലും കാർബോണിക് ഡ്രിങ്ക്സ് അധികമായിട്ട് കുടിച്ചവരിലെല്ലാം കരൾ സംബന്ധമായ അസുഖം വരികയും അവരൊക്കെയും പെട്ടെന്ന് തന്നെ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാർബോണിക് ഡ്രിങ്ക്സ് കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നമ്മളിവിടെ ടീ കോഫി കുടിക്കാണ്ടെന്ന് പറഞ്ഞാൽ അവര് ബുദ്ധിമുട്ടാണ്. പിന്നെ കാർബോണിക് ഡ്രിങ്ക്സ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫാസ്റ്റ് ഫുഡിന്റെ യുഗമാണ്. അപ്പൊ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പൊണ്ണത്തടി കൂടാൻ കാരണമാകുന്നുണ്ട്. അത് നമ്മൾ അധികം ഫുഡ് കഴിക്കുന്നു. അധികം ഫുഡ് കഴിച്ച് നമ്മുടെ കാലോറി കൂടിയിട്ട് മാത്രമല്ല, നമ്മൾ നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള ഭക്ഷണങ്ങളല്ല കഴിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് പൊണ്ണത്തടി കൂടുന്നത്, ഒബേസിറ്റി കൂടുന്നതെന്നാണ് ഡയറ്റീഷ്യൻസ് ഇപ്പൊ അഭിപ്രായപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന് വിരുദ്ധമായിട്ടുള്ളതും, പിന്നെ നമ്മൾ പറയും ഇപ്പം ചിക്കന്റെ കൂടെ തൈര് ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മീനിന്റെ കൂടെ തൈര് ഉപയോഗിക്കാൻ പാടില്ല, മീനും ചിക്കനും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള ഒരുപാട് വിരുദ്ധ ആഹാരങ്ങളുണ്ടല്ലേ. അപ്പോൾ ചില ആഹാരങ്ങൾ അങ്ങനെ വിരുദ്ധമായിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന എന്താ, ബിരിയാണിയുടെ കൂടെ സാലഡ് ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല, ഫ്രൈഡ് റൈസും ചിക്കനും തൈരുമില്ലാണ്ട് പറ്റില്ല. അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ ഫുഡ് ഐറ്റംസ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് വിരുദ്ധമായിട്ടുള്ളതാണ്. ഈവൻ പഴംപൊരിയും ബീഫും വരെ കഴിച്ചു തുടങ്ങി അല്ലെ. അങ്ങനെയൊക്കെ പല തരത്തിലുള്ള കോമ്പിനേഷൻസ്, നമ്മൾ റെയർ കോമ്പിനേഷൻസ് ട്രൈ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ളതാണ്. നമ്മുടെ ശരീരം ക്ഷേത്രമാണ് എന്നുള്ളത് നമ്മൾ 13ാമത്തെ അധ്യായത്തിൽ പഠിച്ചിരുന്നു. ശരീരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രമാണ്. അതിൽ വസിക്കുന്ന ക്ഷേത്രജ്ഞനാണ് ഭഗവാൻ, പരമാത്മാ, അതുപോലെ ജീവാത്മാ. അപ്പൊ ഈ പരമാത്മാക്കും ജീവാത്മാക്കും അവിടെ ഇരിക്കാൻ പറ്റാതെ അസഹനീയമായ വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ ഈ ശരീരത്തെ പോഷിപ്പിക്കാനല്ല അത് ഉപയോഗപ്പെടുന്നത്. പക്ഷെ ശരീരത്തെ പോഷിപ്പിക്കാൻ വേണ്ടി, ശരീരം എന്തിനുള്ളതാ, ആത്മാവിനെ ക്യാരി ചെയ്യാൻ, വഹിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ് ശരീരം. അപ്പൊ ഇന്നലെ ഗരുഡ പുരാണത്തിന്റെ ക്ലാസ് പറയുമ്പോൾ പ്രഭു പ്രേതകഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പ്രേതത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അതെന്തുകൊണ്ട് പ്രേതമായി മാറുന്നു, ആത്മാവിന് ശരീരമില്ലാതായി മാറുമ്പോൾ. അപ്പൊ ഈ ആത്മാവിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, ഒരു ശരീരം വേണം. ആ ശരീരം ആത്മാവിനെ വഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോഷിപ്പിക്കണം. അല്ലാണ്ട് നമ്മൾ അധികമായിട്ട് ഈ ശരീരത്തെ പോഷിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ വിരുദ്ധമായിട്ടുള്ള ആഹാരം കഴിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് വഴി നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ നശിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ അവകാശി ഭഗവാനാണ് എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞൊരു ദിവസം അത് പറഞ്ഞിരുന്നു അല്ലെ. നമ്മൾ വെറും ടെനൻസ് മാത്രമാണ്, നമ്മൾ വാടകക്കാർ മാത്രമാണ്. ഈ ശരീരത്തിന്റെ ഓണർ എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ തന്ന ഈ ശരീരത്തെ നമ്മൾ അതിനെ ഒന്ന് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. അതിന് മാത്രം വേണ്ടി നമ്മളിത് ചെയ്യുക. ഇനി മെയിനായിട്ട് വരുന്നത് അടുത്തത് നമ്മുടെ ഓണിയൻ ഗാർലിക്. ഓണിയൻ ഗാർലിക് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെല്ലാം കുറേയൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ് പറയുന്നുണ്ട്, ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. നമുക്ക് ഹാർട്ടിന് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് എന്തോ എന്താ പറയുന്നത് അതിന്റെ, ഗാർലിക് ജിഞ്ചർ ഒരു കോമ്പിനേഷൻ പറയുന്നുണ്ട് ഡോക്ടേഴ്സ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കൊഴലുകൾ വികസിക്കും അത്രേ. അപ്പൊ അതിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന കൊളസ്ട്രോൾ, കൊഴുപ്പ് അതിനെ ഉരുക്കി കളയാനായിട്ട് ഉപയോഗപ്പെടും എന്നൊക്കെ ഉള്ള ചർച്ചകൾ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ശരിയായിരിക്കാം, തെറ്റാന്ന് പറയാൻ പറ്റില്ല. പിന്നെ
നമ്മൾ അതിനേക്കാളൊക്കെ നമുക്ക് മെന്റൽ അജിറ്റേഷൻ ഉണ്ടാക്കുമെന്ന് നമ്മുടെ പുരാതന കാലത്ത് തന്നെ ഗ്രീക്ക് ഫിസിഷ്യനായിരുന്ന ഹിപ്പോക്രൈറ്റീസ് പറയുന്നുണ്ട്. ഹിപ്പോക്രൈറ്റീസ് പറയുന്നത് നമുക്കൊരു വാം സെൻസേഷൻ നമ്മുടെ ശരീരത്തുണ്ടാകും. നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു ആങ്സൈറ്റി ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് നമ്മുടെ ശരീരത്തെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മാനസികമായിട്ടുള്ള ബലമാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് എത്രത്തോളം ഡിറ്റർമിൻഡ് ആകാൻ പറ്റും, നമുക്ക് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റും, അതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അജിറ്റേഷൻ നമുക്ക് ഈ ഒണിയൻ ഗാർലിക്, നമ്മുടെ ഉള്ളി വെളുത്തുള്ളി, അതിൽ സവാളയും പെടും, ചെറിയ ഉള്ളി മാത്രമല്ല സവാള ഉൾപ്പെടെ. അപ്പൊ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആങ്സൈറ്റി ഒക്കെ കൂടും. ആങ്സൈറ്റി മീൻസ് നമ്മുടെ ഉത്കണ്ഠ വർദ്ധിക്കും. ഉത്കണ്ഠ വർദ്ധിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളില് ബ്രാഹ്മിൻസ് സത്വഗുണത്തിൽപ്പെട്ടവരൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൈലറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എയറോപ്ലെയിൻ ഒക്കെ ഉള്ള പൈലറ്റ്, അവര് ആ ഒരു ജോലി ചെയ്യുന്നതിന് എത്രയോ മണിക്കൂറുകൾക്ക് മുന്നേ, കറക്റ്റായിട്ട് ഞാൻ നോക്കിയില്ല, എത്രയോ മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമേ അവർക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ചേർന്ന ആഹാരം കഴിക്കാൻ പാടുള്ളൂ എന്ന് അവർക്ക് നിയമം തന്നെയുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പൈലറ്റുമാർ എത്രത്തോളം പാലിക്കുന്നു എന്ന് അറിയില്ല കേട്ടോ. എന്നാൽ പോലും അങ്ങനെ ഒരു നിയമമുണ്ട്. എന്താന്ന് വെച്ചാല് അവരുടെ ആ ഒരു റെസ്പോൺസ് ടൈം അത് സ്ലോ ആകും. അപ്പൊ പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ്. ഇപ്പൊ ഉയരത്തിൽ പറക്കുന്ന ഒരു എയറോപ്ലെയിനിൽ എത്രയോ ജീവനുകൾ അല്ലെ, 200 പേര് 300 പേരുള്ള ഫ്ലൈറ്റ് വരെ ഉണ്ട് ഇപ്പോൾ ഇരിക്കുന്ന. അപ്പൊ അത്രയും പേരുടെ ജീവനാണ് ആരുടെ കയ്യിലുള്ളത്? പൈലറ്റിന്റെ കയ്യിലുള്ളത്. അപ്പൊ ഇത്രയും പേരുടെ ജീവന്റെ വിലയാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ട് എന്താ പറയുന്നത്, ഈ ഉള്ളി വെളുത്തുള്ളി എന്നും. അപ്പൊ അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ, ഓരോ ആക്ഷൻസ് ഇത്രയും പേരുടെ ജീവനെയും ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഉള്ളി വെളുത്തുള്ളി ഒക്കെ. കുറെ ടൈം ലിമിറ്റ് മുന്നേ അവർ കഴിക്കാൻ പാടുള്ളൂ. അവർ ജീവിതത്തിൽ കഴിക്കാൻ പാടില്ല എന്നുള്ള നിയമം വയ്ക്കാൻ ഇപ്പോഴത്തെ കാലത്ത് പറ്റില്ല. അപ്പൊ അവർ ഇത്രയും ടൈം മുന്നേ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ റെസ്പോൺസ് ലെവൽ കുറവായിരിക്കും. അപ്പൊ ആ റെസ്പോൺസ് ടൈം പെട്ടെന്ന് അപ്പൊ അവർ ഇവിടെ ഈ ഒരു സെന്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ എയർ ട്രാഫിക് ഉണ്ട്, എയർ പോക്കറ്റ്സ് ഉണ്ട്. നമ്മൾ മുകളിൽ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ട്രാഫിക് ഒക്കെ നമുക്ക് അനുഭവപ്പെടും. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു ഗട്ടറിൽ നമ്മൾ വീണ് കഴിഞ്ഞാല് നമുക്ക് നടുവൊടിയുന്ന പോലെ തന്നെ നമുക്ക് എയർ പോക്കറ്റിൽ ചെന്ന് ഫ്ലൈറ്റ് വീഴുമ്പോഴും ആ ഒരു ഇത് നമുക്ക് അനുഭവപ്പെടും അല്ലെ, എത്രത്തോളം ഇല്ലെങ്കിലും അത് അനുഭവപ്പെടും. അപ്പൊ അങ്ങനെയുള്ള പല ഡേഞ്ചറസ് സിറ്റുവേഷൻസിൽ നിന്നും ഇദ്ദേഹം ആ ഒരു രക്ഷ നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ റെസ്പോൺസ് ടൈം ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഈ സെന്ററിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള റെസ്പോൺസിങ് ടൈം ആണ് ഉദ്ദേശിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് നമ്മുടെ നെർവസ് സിസ്റ്റംസിനെ അത് ബാധിക്കുന്നുണ്ട്. നെർവ്സ് എന്ന് പറയുമ്പോൾ ഞരമ്പുകൾ എന്ന് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതിനെ നെർവസ് സിസ്റ്റം, നാഡീവ്യൂഹം, കറക്റ്റ് മലയാളം ബയോളജിക്കൽ ടേം മലയാളത്തിൽ പറയുന്നത് നാഡീവ്യൂഹം. നമ്മുടെ നാഡീവ്യൂഹത്തിനെ അത് ബാധിക്കുന്നുണ്ട്. അത് സ്ലോ ഡൗൺ ആക്കും. അപ്പോൾ പലരുടെയും അവൻ ഞരമ്പ് രോഗിയ, അവന് പ്രോപ്പർ ബുദ്ധിയില്ല എന്നൊക്കെ നമ്മൾ തന്നെ പറയാറുണ്ട് അല്ലെ. അപ്പോൾ അത് നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതാണ്. ഷേക്സ്പിയർ, അതുപോലെ ഷേക്സ്പിയർ നമ്മുടെ എന്താ ഷേക്സ്പിയർ അറിയാലോ അല്ലെ, ഡ്രാമാറ്റിസ്റ്റ് ആണ്, ഒരുപാട് എഴുത്തുകാരനാണ്. അപ്പോൾ ഷേക്സ്പിയർ തന്നെ അദ്ദേഹത്തിന്റെ കൃതികളിലൊക്കെയും ഉള്ളിയെ വെളുത്തുള്ളിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്റർനാഷണലി നോക്കി കഴിഞ്ഞാൽ ഏതൊരു കൾച്ചർ, റോമൻ കൾച്ചർ, ഗ്രീക്ക് കൾച്ചർ, ഏതൊരു കൾച്ചർ എടുത്താലും ഇതേക്കുറിച്ച് മണിക്കൂറുകളോളം നമുക്ക് ക്ലാസ്സിൽ തന്നെ പറയാൻ പറ്റും. നമ്മൾ കഴിക്കുന്നത് കൊണ്ടുള്ള ദോഷം, അല്ലെങ്കിൽ അധകൃത വർഗത്തിൽപ്പെട്ടവരെ, താഴ്ന്ന ലെവലിലുള്ളവരെ, അല്ലെങ്കിൽ ദുർനടത്തക്കാരികളായ സ്ത്രീകൾ ഒക്കെയാണ് പുരാതന കാലത്ത് ഉള്ളിയും വെളുത്തുള്ളിയും ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഉയർന്ന ലെവലിലുള്ള നല്ല കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾ ഉള്ളി വെളുത്തുള്ളി ഉപയോഗിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ആ ഉള്ളി വെളുത്തുള്ളി ഉപയോഗിക്കുമ്പോൾ ബാഡ് സ്മെല്ലുണ്ടാകും. അത് നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഉപയോഗിക്കാത്തവർക്ക് ഏതാണ്ട് ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഇപ്പൊ സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം അടുത്ത് വന്ന് നിൽക്കുമ്പോൾ വല്ലാത്ത സ്മെല്ല് അത് നമുക്ക് സ്ത്രീകൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം അവര് സിഗരറ്റ് യൂസ് ചെയ്യാത്തത് കൊണ്ട്. അതുപോലെ തന്നെ
ഓണിയൻ ഗാർലിക് ഉപയോഗിക്കാത്ത ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിക്ക്, പെട്ടെന്ന് ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ, ഒരു മദ്യപനായ ഒരു വ്യക്തി അടുത്ത് വന്ന് നിൽക്കുമ്പോൾ വല്ലാത്ത സ്മെല്ലായിരിക്കും, രൂക്ഷഗന്ധമായിരിക്കും, അത് സഹിക്കാൻ പറ്റില്ല നമുക്ക്, അല്ലെ? സ്മെൽ ചെയ്യുമ്പോൾ വല്ലാത്ത ബാഡ് സ്മെൽ തോന്നും. അതുപോലെയാണ് ഈ ഒണിയൻ ഗാർലിക്. ഉള്ളിയും വെളുത്തുള്ളിയും ഒരു നേരം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന്റെ സ്മെല്ല് സഹിക്കാം. അവർ സംസാരിക്കുമ്പോൾ അവരുടെ വിയർപ്പിലൊക്കെയും ആ ബാഡ് സ്മെല്ലുണ്ട്. ഇപ്പൊ ഞാനൊക്കെ എത്രയോ വർഷങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞിരുന്നില്ല. പക്ഷെ അത് നിർത്തിയതിന് ശേഷമാണ് അതിന്റെ ഒരു ബാഡ് സ്മെൽ, അതിന്റെ ഒരു ഇഫക്റ്റ്, പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ ഒക്കെ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം അനുഭവപ്പെടാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ 1996 വാഷിങ്ടൺ DC ബോബ്ടെക് എന്ന് പറഞ്ഞ ഒരു ന്യൂറോ സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം ന്യൂറോ സൈക്കോട്ടിക് വ്യക്തി മീൻസ് അദ്ദേഹം, സോറി, ന്യൂറോ സൈക്കോട്ടിക് അല്ല, അദ്ദേഹം ഒരു സെക്സോളജിസ്റ്റ് സംതിങ്, അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ ഡിഫറെന്റ് ആണ്, ഞാൻ മറന്നുപോയി. അത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ന്യൂറോ സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു ഇംബാലൻസിങ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു ഓണിയൻ ഗാർലിക് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഒരേ ഒരു കാര്യം നമുക്ക് ചിലപ്പോൾ ബെനിഫിറ്റ് ഉണ്ടായിരിക്കാം ഒണിയൻ ഗാർലിക് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ധാരാളം മീറ്റർ കണക്കിന് ലെങ്തി ആയിട്ട് ഉണ്ട് അതിനെ പറ്റിയിട്ട് ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ടൈം ലിമിറ്റ് അനുവദിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ റെഗുലർ സ്മെല്ലിങ്, അതുപോലെ നമ്മൾ ഇതിന്റെ സ്മെല്ല് ഒരുപാട് റെഗുലറായിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആണ്. ലൈക്ക് DDT, നമ്മൾ കീടനാശിനികളൊക്കെ എപ്പോഴും ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വസനത്തിന്, നമ്മുടെ ലങ്സിന് പ്രോബ്ലം ഉണ്ടാക്കും എന്ന് പറയും, അല്ലെ? അതുപോലെയാണ് ഓണിയൻ ഗാർലിക്കിന്റെ സ്മെല്ലൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലങ്സിനൊക്കെയും പ്രോബ്ലം ഉണ്ടാവും. അതുപോലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉണ്ടാവും. അറ്റൻഷൻ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല, അവരെല്ലാം ഹൈപ്പർ ആക്റ്റീവ് ആണ്. പക്ഷെ ഒരു 100 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 50 വർഷം മുമ്പ് എത്ര കുട്ടികൾക്ക് അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു? ഇപ്പൊ എന്തുകൊണ്ട് ഇതൊക്കെ കൂടുന്നു? ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട്. ഇപ്പൊ ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഭാവാർത്ഥത്തിലും നമുക്ക് വിവർത്തനത്തിലും ഈ ശ്ലോകത്തിലും കട്ടോമ്ല, ലവണ, അത്യുഷ്ണ, തീഷ്ണ ഇങ്ങനെയുള്ള രൂക്ഷ ഒക്കെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ജീവിതശൈലി രോഗങ്ങൾ മാത്രമല്ല, കുട്ടികൾക്ക് അറ്റൻഷൻ ഒക്കെയും ലെസ് ആവുന്ന, അവർക്ക് കോൺസെൻട്രേഷൻ ഇല്ല, മെമ്മറി പവർ ഇല്ല, നമുക്ക് തന്നെ മെമ്മറി ലോസ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ആഹാര രീതികളൊക്കെ കൊണ്ടാണ്. ഇനി അഗ്നിപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണ സാധനങ്ങളെ കുറിച്ച് നമുക്ക് രജോ ഗുണത്തിലും തമോ ഗുണത്തിലും പെട്ട ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെല്ലാം ദീർഘകാലമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇസ്കോൺ മാത്രമല്ല, ബുദ്ധമതം, ജൈനമതം ഒക്കെയും ഇതുപോലെയുള്ള ഒട്ടുമിക്ക ഇത് ഫോളോ ചെയ്യുന്ന റിലീജിയൻസും ഫോളോ ചെയ്യുന്നവര്, ട്രഡീഷണലി ഫോളോ ചെയ്യുന്നവരിലെല്ലാം തന്നെ, ഇപ്പോൾ ഇസ്കോൺ ഫോളോ ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ സനാതന ധർമ്മത്തിൽപ്പെട്ടവരാണ് കൂടുതലും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സനാതന ധർമ്മത്തിൽപ്പെട്ടവരല്ലേ എല്ലാവരും, ഹിന്ദുക്കളെല്ലാവരും, അല്ലെങ്കിൽ ഏതൊരു മതവും സനാതനത്തിൽ ഉൾപ്പെടുന്നു. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഹിന്ദുവിനെ മാത്രം എടുത്താലും, ഹിന്ദുക്കളെല്ലാം ഇപ്പോൾ ഓണിയൻ കഴിക്കല്, ഗാർലിക് കഴിക്കല് തന്നെ അവർ കേൾക്കുമോ? ഇൻടോക്സിക്കന്റ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമോ? ഇല്ല. അതൊക്കെ ഇസ്കോണിന്റെ റൂൾ മാത്രമാണോ എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. സനാതന ധർമ്മം ഫോളോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും കർത്തവ്യമാണ് ഈ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് പാലിക്കുക എന്നുള്ളത്. വിവാഹിതർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, ചൂതുകളി ചെയ്യാൻ പാടില്ല, മീറ്റ് ഈറ്റിംഗ് പാടില്ല, ഒക്കെയും പറയുന്നത് എന്താണ്? സനാതന ധർമ്മത്തിൽ അവർക്കുള്ളതാണ്, അല്ലാതെ ഇസ്കോൺ ഫോളോവേഴ്സിനുള്ളതല്ല. ഏതൊരു സനാതന ധർമ്മം ഫോളോ ചെയ്യുന്ന വ്യക്തിയും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഇസ്കോണിനെ കുറ്റം പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ജൈന മതത്തിലൊക്കെ ഈവൻ ക്യാരറ്റ്, പൊട്ടറ്റോ അങ്ങനെയുള്ള റൂട്ട്സ്, ഭൂമിക്ക് അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒന്നും കഴിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിനൊക്കെയും അവര് ഓരോരു പറയുന്നുണ്ട്. ഇനി ഡയറ്റീഷ്യൻസ് പറയുന്നുണ്ട്. ഇപ്പൊ എന്റെ അച്ഛന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പേഴ്സണലി ഇഷ്ടമുണ്ടോ കേൾക്കാൻ അറിയില്ല, എന്നാലും പറയാ. എന്റെ അച്ഛന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, ഞാന് ഇസ്കോൺ ഫോളോ ചെയ്തതിന് ശേഷം ഞാൻ ചൂസ് ചെയ്തതാണ് ഞാൻ മീറ്റ് ഈറ്റിംഗ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ എന്റെ അച്ഛൻ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, അവൾക്ക് അതൊക്കെ ചെയ്യുന്ന പണ്ടേ ഇഷ്ടമല്ല, അവൾക്ക് ജോലി ചെയ്യാൻ വയ്യ, ജോലി ചെയ്ത് മീൻ കട്ട് ചെയ്യുക, ചിക്കൻ കട്ട് ചെയ്യുക ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടും അത് കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവള് ലേസി ആവുന്നുണ്ട്, അവൾക്ക് ചെയ്യാൻ വയ്യാത്ത ജോലി, കള്ളി പെണ്ണായതുകൊണ്ട് അവള് ഭർത്താവിന് കുക്ക് ചെയ്ത് കൊടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് എന്റെ ഭർത്താവിനോട് തന്നെ പറഞ്ഞു കൊടുത്തു. ഒരു അച്ഛൻ ഒരു മോളെ പറ്റി പറഞ്ഞ ഒരു കാര്യമാണ്. ഓക്കെ, എൻ്റെ അച്ഛൻ എന്നോട് സ്നേഹം ഉണ്ടില്ല എന്നല്ല,
വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അച്ഛൻ റെഗുലറായിട്ട് എൻ്റെ ഭർത്താവിനെ പറഞ്ഞ് അദ്ദേഹത്തിനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഭർത്താവ് എന്തുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ബ്രെയിൻ വാഷ്ഡ് ആയില്ല. എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം അച്ഛന് കാലുമുട്ട് വേദനയൊക്കെ ആയിട്ട് വൈദ്യനെ പോയി കണ്ടപ്പോൾ വൈദ്യൻ പറഞ്ഞു വെജിറ്റേറിയൻ ആകാൻ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാൻ ഓരോ തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ വെജിറ്റേറിയൻ ആയാലും നമ്മുടെ ശരീര വ്യവസ്ഥകൾക്ക് താളം തെറ്റില്ല എന്ന് ഇവിടെ തന്നെ ചാത്തന്നൂർ വന്നിട്ട് ഒരു വൈദ്യനെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞതാണ്, കുറച്ച് വെജിറ്റേറിയൻ ആകൂ, അപ്പോഴാണ് നിങ്ങളുടെ നാഡീവ്യവസ്ഥകള്, നിങ്ങളുടെ ജോയിന്റ് പെയിൻസ് ഒക്കെ ലെസ് ആകും എന്ന് പറഞ്ഞു. അപ്പോ എപ്പോഴും നമ്മുടെ ശരീരത്തിന് ആയുർവേദ കഴിക്കുമ്പോഴായാലും പ്രകൃതിയാ ഉള്ളത് എന്ന് പറയുന്ന എന്താണ്, വെജിറ്റേറിയൻ ഫുഡ്സ് ആണ്, സത്വഗുണത്തിലുള്ളതാണ് നല്ലത്. രജോ ഗുണം തമോ ഗുണം നമ്മളെ പലതരത്തിലുള്ള അസുഖങ്ങളിലേക്ക് എത്തിക്കും. നമ്മുടെ നാവിന്റെ രുചിക്ക് മാത്രമായിട്ട് നമ്മൾ ഇത്രയും കട്ടോ അമ്ല ലവണ തീഷ്ണ അത്യുഷ്ണ അതുപോലെ രൂക്ഷ ഒക്കെ ഉള്ള ഫുഡ് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യാനും ഭക്തിയിലേക്ക് തിരിയാനും ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഇനി ശ്ലോകം ചൊല്ലാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബിന്ദു എസ് മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 9. കഡ്വംളാലവണാത്യുഷ്ണ തീഷ്ണരൂക്ഷവിദാഹിനഃ ആഹാരാരാജസശ്രേഷ്ഠ ദുഃഖശോകാമയ പ്രഭാഃ. ശ്ലോകം 10. യാതയാമം ഗതരസം ഭൂതിപര്യുഷിതം ചയത് ഉച്ഛിഷ്ടമപി ചാമേദ്യം ഭോജനം താമസപ്രിയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു ദിവസമാണ് ഏകാദശി. ഇത് അനുഷ്ഠിക്കാതിരിക്കുന്നത് ഗൗരവമേറിയ ഒരു അപരാധമാണ്. മാസത്തിൽ 2 ഏകാദശികളാണുള്ളത്. അമാവാസിക്കും പൗർണമിക്കും ശേഷം വരുന്ന 11ാം ദിവസമാണ് ഏകാദശി. ഏകാദശി എന്നാൽ 11ാമത്തെ ദിവസം എന്നർത്ഥം. ശാസ്ത്രങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരം ഏറ്റവും ലളിതമായ രീതിയിൽ ധാന്യങ്ങൾ, ബീൻസ്, പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് എന്നിവ ഒഴിവാക്കി ശ്രീലപ്രഭുപാദർ ഏകാദശി അനുഷ്ഠിച്ചിരുന്നു. ഏകാദശി ദിവസം ചില ഭക്തന്മാർ പഴവർഗ്ഗങ്ങൾ മാത്രം ഭക്ഷിക്കുന്നു, ചിലർ ജലം മാത്രം, ചിലർ പൂർണ്ണ ഉപവാസം അതായത് നിർജ്ജല വ്രതം അനുഷ്ഠിക്കുന്നു. അരി, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, ബീൻസ് വർഗത്തിൽപ്പെട്ട പച്ചക്കറികൾ, കടുക്, സോയാബീൻ, എണ്ണ ഇവ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഏകാദശി ദിവസം ഒഴിവാക്കേണ്ടതാണ്. മസാലപ്പൊടികൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവയിൽ ധാന്യ ഘടകങ്ങൾ അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ദിവസം അതായത് ദ്വാദശി ധാന്യാഹാരങ്ങൾ ഭക്ഷിച്ച് പാരണവിള വ്രതം മുറിക്കുന്നതിന് ഒരു പ്രത്യേക സമയമുണ്ട്. ഏകാദശി ദിവസവും പാരണ സമയവും അറിയുന്നതിനായി വൈഷ്ണവ കലണ്ടർ ഉപയോഗിക്കുക. ഇസ്കോൺ കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. മറ്റ് സമ്പ്രദായ പണ്ഡിതന്മാരിൽ ഗണിക്കപ്പെടുന്ന കലണ്ടറുകളിൽ സമ്പ്രദായം ഗണനയ്ക്കു അനുസരിച്ച് മാറ്റങ്ങൾ വരാവുന്നതാണ്. ഏകാദശി അനുഷ്ഠാനം എന്നാൽ കേവല ഉപവാസം മാത്രമല്ല, കൂടുതൽ സമയം ഗോവിന്ദ ശ്രവണത്തിലും കീർത്തനത്തിലും ഏർപ്പെടേണ്ടതാണ്. വേണ്ടത്ര സമയമുള്ള ഭക്തന്മാർ ഏകാദശി ദിവസങ്ങളിൽ 25 അതിലധികമോ മാലകൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണമെന്ന് ശ്രീല പ്രഭുപാദർ നിർദ്ദേശിക്കുന്നു. ക്ഷൗരം, നഖം മുറിക്കൽ എന്നിവ ഏകാദശി ദിവസം നിഷിദ്ധമാണ്. ചാതുർമാസ്യവും ദാമോദര വ്രതവും വർഷകാലത്തെ 4 മാസങ്ങളിൽ അനുഷ്ഠിക്കുന്ന ഒരു തപസ്യയാണ് ചാതുർമാസ്യ വ്രതം. പാരമ്പര്യമായി ഈ കാലഘട്ടത്തിൽ ദേശങ്ങൾ തോറും സഞ്ചരിച്ച് ജനങ്ങൾക്ക് ആത്മീയജ്ഞാനം പ്രദാനം ചെയ്തു വരുന്ന സാധുക്കളും സന്യാസിമാരും തങ്ങളുടെ യാത്ര നിർത്തിവെച്ച് ഒരു പുണ്യസ്ഥലത്തിൽ വസിച്ച് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഭഗവാനെ ആരാധിക്കുന്നു. എന്നാൽ ഇസ്കോൺ അംഗങ്ങൾ വർഷകാലങ്ങളിലും തങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടരുന്നതിനാൽ കഠിനമായ ചാതുർമാസ വ്രതം അനുഷ്ഠിക്കാറില്ല. അവർ താഴെ പറയുന്ന ഭക്ഷണ നിയന്ത്രണങ്ങൾ പാലിക്കുന്നു. ആദ്യ മാസം ഇലവർഗ്ഗങ്ങൾ, 2ാം മാസം തൈര്, 3ാം മാസം പാൽ, 4ാം മാസം ഉഴുന്ന് എന്നിവ വർജിക്കുന്നു. ഇന്ത്യയിലെ വർഷകാലത്തിലെ 4 മാസങ്ങളിലാണ് ചാതുർമാസം അനുഷ്ഠിക്കുന്നത്, ഏകദേശം ജൂലൈ മുതൽ ഒക്ടോബർ വരെ.
ഇത് ആഷാഢ മാസത്തിലെ ശയന ഏകാദശി മുതൽ കാർത്തിക മാസത്തിലെ ഉദ്ദാന ഏകാദശി വരെയോ, ആഷാഢ പൂർണിമ മുതൽ കാർത്തിക പൂർണിമ വരെയോ, ശ്രവണ ഭാദ്ര ആശ്വിന കാർത്തിക എന്നീ മാസങ്ങളിൽ അനുഷ്ഠിക്കുന്നത്, അതായത് വൈഷ്ണവ കലണ്ടർ നോക്കുക. ചാതുർമാസ്യത്തിലെ 4ാമത്തെ മാസമായ കാർത്തിക മാസത്തിൽ കൃഷ്ണന്റെ ദാമോദര രൂപത്തെ ആരാധിക്കുന്നു. അതിനാൽ ഈ മാസം ദാമോദര മാസം എന്നറിയപ്പെടുന്നു. യശോദമാതാവ് കൃഷ്ണനെ കയറുകൊണ്ട് ഉദരത്തിൽ ബന്ധിച്ചതിനാലാണ് ഭഗവാന് ദാമോദരൻ എന്ന് പേര് വന്നത്. കാർത്തിക മാസത്തിൽ ധാരാളം വൈഷ്ണവർ വ്രതാനുഷ്ഠാനങ്ങളോടെ വൃന്ദാവനത്തിൽ പോയി വസിക്കുന്നു. ക്ഷേത്രത്തിൽ യശോദ ദാമോദരന്മാരുടെ ചിത്രത്തിന് മുന്നിൽ പ്രഭാതത്തിലും വൈകുന്നേരവും നെയ്ദീപം സമർപ്പിച്ച് ആരാധിക്കുകയും ദാമോദരാഷ്ടകം, വൈഷ്ണവ ഗീതങ്ങൾ എന്നിവ, അതായത് പുസ്തകം വായിക്കുക എന്ന പ്രാർത്ഥനാ ഗീതം ആലപിക്കുകയും ചെയ്യുന്നു. മതിയെ പ്രഭു, അത് ഉത്സവങ്ങളിലൂടെ വായിക്കാൻ. ഹരേ കൃഷ്ണ. അതെ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി വന്നു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ പ്രഭു, തുടങ്ങാമോ? തുടങ്ങാം മാതാജി, തുടങ്ങാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തടാലൈ കൃഷ്ണായ കൃഷ്ണഭക്തായ തത്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജന്മാദ്യസ്യേതോന്യയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവേ മുഹ്യന്തി യത്സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർപ്പോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിദിതീർഷദന്തമോന്തം സംസാരിണം കരുണയാകപുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം. ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഭവായ നസ്ത്വം ഭവവിശ്വഭാവന ത്വമേവ മാതാധ സുഹൃത്പതിപിതാ. ത്വം സദ്ഗുരു ന പരമം ച ദൈവതം യസ്യാനുഭൃത്യ കൃതിനോ വിഭൂവിമഃ. കൊണ്ടൽ വർണ്ണ തിരുമേനിയ സദാ കണ്ടു കണ്ടു മരുവന്ന രാധികേ. നീണ്ട നീല നയനങ്ങൾ കൊണ്ടു വൈകുണ്ഠഗാത്രമിവനൊന്നു കാട്ടണേ. ഇന്ദ്രനീലമണി പോലെ മിന്നുമീ ഇന്ദ്രനീലമണി പോലെ മിന്നുമീ നന്ദനന്ദന സുവർണ വിഗ്രഹം ചന്ദ്രഭാനു ശതതുല്യ ശോഭയോടെ എന്നുവൻ ഹൃദി ഉല്ലസിക്കണേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. നമ്മള് നിങ്ങള് ഇപ്പൊ കഥ കേൾക്കാമെന്ന് വിചാരിച്ച് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പൊ ഞാൻ കയറി വന്നു. അതാണ് ഇത്. അപ്പം നമ്മുടെ
മഹാപ്രഭുവിനെ കുറിച്ച് കേട്ടുകൊണ്ടിരുന്നതാണ് അല്ലെ. അതിന്റെ ആ ഒരു ഇതങ്ങ് പോയി. ശനിയാഴ്ച ഇനി അത് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോറി കേട്ടാ. ഹരേ കൃഷ്ണ. അപ്പൊ ഏത് ആ മഹാപ്രഭുവിനെ കുറിച്ച് നമുക്ക് ഭാഗവത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാർക്കെങ്കിലും പറയാമോ ഒന്ന്? ഭാഗവത്തിൽ നമുക്ക് എവിടെ മഹാപ്രഭുവിനെ കാണാൻ കഴിയും? ഏതെങ്കിലും ശ്ലോകം അറിയാമോ ആർക്കെങ്കിലും? നമുക്ക് ഭാഗവതം എടുത്ത് നോക്കിയാല് മഹാപ്രഭുവിനെ കുറിച്ച് 11ാം സ്കന്ധത്തില് 5-ാം അധ്യായം 32-ാം ശ്ലോകം നമുക്ക് മഹാപ്രഭുവിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ മഹാപ്രഭുവിനെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് കുളിർമയാണ്. അതുപോലെ അദ്ദേഹം എവിടെ പറഞ്ഞിരിക്കുന്നു എന്ന ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് എവിടെ ഭാഗവതം നമ്മൾ പഠിക്കുമ്പോൾ ഭാഗവതത്തിൽ എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും. 11:5:32 അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കൃഷ്ണവർണം തുഷാകൃഷ്ണം. ഹരേ കൃഷ്ണ. ബാലാജി 33 പറഞ്ഞില്ലായിരുന്നോ ഒരു പ്രാവശ്യം? പിന്നെ ഉണ്ട് മാതാജി 32, 33, 35, 37 ഒക്കെ പറയുന്നുണ്ട്. താഴോട്ടുണ്ട്. ഞാനിത് എടുത്തതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 11:5, 32, 33. പിന്നെയും പറയുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ സഹസ്രനാമത്തിൽ സന്യാസ ഹൃശ്ചമ ശാന്തോ നിഷ്ഠാശാന്തി പരായണ. അത് നമുക്ക് ആര് ചോദിച്ചാലും നമുക്ക് പറയാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. മഹാപ്രഭുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആർക്കും അത് വിശ്വസിക്കാൻ വയ്യ. അപ്പൊ ആ വിശ്വസിക്കാനായിട്ട് കൊടുക്കേണ്ട ഒരു എന്ന് വെച്ചാൽ സഹസ്രനാമം എന്ന് പറയുമ്പോൾ, വിഷ്ണു സഹസ്രനാമം എന്ന് പറയുമ്പോൾ എല്ലാവരും വിശ്വസിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സന്യാസ ഹൃശ്ചമശാന്തോ നിഷ്ഠാശാന്തി പരായണ ആ ശ്ലോകം എടുത്തിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. പിന്നെ കൃഷ്ണവർണ്ണ തൃഷാകൃഷ്ണം സാങ്കോവാസ്ത്ര പാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായേർ യജന്തി സുമേധസഹ. കലിയുഗത്തിൽ ബുദ്ധിമാന്മാർ സങ്കീർത്തനം നടത്തി ഭഗവാനെ അവതാരത്തെ തുടർച്ചയായി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിറം കറുപ്പല്ല, പക്ഷെ അദ്ദേഹം കൃഷ്ണൻ തന്നെ തന്റെ എല്ലാ കമ്പാനിയൻസിനോടുകൂടി അദ്ദേഹം സന്യാസി രൂപത്തിലാണ്. അതാണ് സന്യാസ ഹൃശ്ചമ ശാന്തോ നിഷ്ഠാശാന്തി പരായണം എന്ന് പറയുന്നത്. സന്യാസ ആ രൂപത്തിലാണ് അദ്ദേഹം പ്രകടമാകുന്നത്, അദ്ദേഹത്തിന്റെ സങ്കീർത്തനം നടത്തുന്നത്. ഇതൊക്കെ നമ്മൾ ഭാഗവതം പഠിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശേഷി നമ്മൾ നേടിയെടുക്കണം. മറ്റുള്ളവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഭാഗവതത്തിന് എന്നും വെളുപ്പാങ്കാലത്ത് പോകുന്നല്ലോ, എന്ത് പഠിക്കുന്നല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? ആരാണ് ഈ ചൈതന്യ മഹാപ്രഭു? എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ കിടന്ന് ഇതൊക്കെ ഹരേ കൃഷ്ണ ജപിക്കാൻ പറഞ്ഞത്? അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? അദ്ദേഹം വെറും ഒരു സന്യാസി അല്ലേ എന്നൊക്കെ ചോദിക്കും. അദ്ദേഹത്തെ ഒരു സന്യാസിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ ധേയം സദാ പരിഭവഗ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരഞ്ജിതം ശരണ്യം പ്രത്യാർഹിതം പ്രണതപാല ഭവോക്തിബോധം വന്ദേ മഹാപുരുഷദേ ചരണാരവിന്ദം. അപ്പൊ ആ മഹാപുരുഷനാണ് നമ്മള് അദ്ദേഹത്തിന്റെ ചരണത്തിലാണ് നമ്മള് വരുന്നത്. എപ്പോഴും ധേയം സദാ പരിഭവഗ്നം അഭീഷ്ടദോഹം. എപ്പോഴും അദ്ദേഹം മെഡിറ്റേഷനിലാണ്. എപ്പം നോക്കിയാലും അദ്ദേഹം ഭഗവാനിൽ ജയിച്ചിരിക്കുന്ന ആ ഒരു ഭാവത്തിലാണ് ഇനിയും അദ്ദേഹം തന്നിരിക്കുന്നത് എന്താണ്? നാമജപം. അതിനെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും. ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഒന്നും അദ്ദേഹം തന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? വളരെ ഇതായിട്ട് നമുക്ക് നിങ്ങളുടെ ഏത് ലെവലിൽ നിങ്ങൾ നിൽക്കുന്നു ആ ലെവലിൽ നിന്നുകൊണ്ട് എവിടെയാണോ ജ്ഞാനേ പ്രയാസം ഉദവാസ്യ നമന്തമേവ ജീവന്തി സന്മുഖരിതാം ഭവതീയ വാർത്താം സ്ഥാനേ സ്ഥിത ശ്രുതിഗതാം ധനുവാം മനോഭിർ പ്രായശോ അജിതോപ്യസിതൈസ്ത്രിലോക്യാം. ഭാഗവതം 10-ാം സ്കന്ധം പറയുന്നു. എന്നുവെച്ചാൽ ഏത് ഭാവത്തിൽ നമ്മൾ നിൽക്കുന്നു, ഏത് മതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, ഏത് രൂപത്തിലാണ് നമ്മൾ വരുന്നത്, ഇതൊന്നും നമ്മൾ നോക്കണ്ട. ആരാണ് നമ്മൾ പാവപ്പെട്ടവനാണോ അല്ലെങ്കിൽ ഉയർന്നവനാണോ, ഏത് ജാതിയാണ്, നമ്മുടെ നിറം വെളുപ്പാണോ കറുപ്പാണോ, നമ്മൾ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഏത് ഭാവത്തിൽ നമ്മൾ നിൽക്കുന്നു ആ ഭാവത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഞാനേ പ്രയാസം, ഒരു പ്രയാസം നിങ്ങൾ പെടേണ്ട കാര്യമേ ഇല്ല. നിങ്ങളെ ആ നിൽക്കുന്ന ഭാവത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്ന ഒന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ധേയം സദാ പരിഭവഗ്നം അഭോക്തിപത്. എപ്പോഴും മെഡിറ്റേഷൻ, നമ്മുടെ മനസ്സ് എപ്പോഴും ഭഗവത് പാദ പങ്കജത്തിൽ ആയിരിക്കും എന്നുള്ളതാണ് ആ നാമജപം കൊണ്ട് നമുക്ക് വരുന്ന. അങ്ങനെ കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മളിലേക്ക് വന്നു ചേരുകയും അങ്ങനെ ആ ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സ് എത്തിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് ഉപദേശം തന്ന ആ മഹാപ്രഭുവിനെ നമ്മള് വന്ദിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഹരേ കൃഷ്ണ.
ഇനി ആരായാലും മഹാപ്രഭു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സന്യാസി മാത്രമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് ഇത്രയും പേർക്കെങ്കിലും ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് കഴിയണം. അതിന് കോട്ട് ചെയ്ത ആ ശ്ലോകവും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഓരോരുത്തരും എന്നോട് തന്നെ എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്നറിയാം, എന്തിനാണ് ഈ മഹാപ്രഭു എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിനാണ്, അദ്ദേഹം വെറും ഒരു സന്യാസിയല്ല. അങ്ങനെയാണ് സ്കൂളിൽ പഠിപ്പിച്ചു. നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇല്ലെങ്കിലും മറ്റ് സിലബസിലൊക്കെ അതുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞു കൊടുക്കാൻ ഇവൻ അമേരിക്കക്കാർ പോലും ചോദിക്കുന്നു, അവര് ഒക്കെ ചോദിക്കുന്നു, ഇത് എന്തിനാണ് എന്നുള്ളത്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം. അതാണ് അത്യാവശ്യമായിട്ട്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ 56-ാമത്തെ ശ്ലോകം അല്ലേ മതാജി എടുക്കേണ്ടത്? ഹരേ കൃഷ്ണ. 55 എടുത്തു. 56. അപ്പൊ ഒരു ശുദ്ധഭക്തന് ഭൗതികാകാശത്തിലെ ഏതെങ്കിലും ഒരു ലോകത്തിൽ ജീവിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതിക ഘടകങ്ങളുമായുള്ള സമ്പർക്കത്തിലോ ഏർപ്പെടേണ്ടതായി വരികയില്ല. ഭഗവാന്റെ നിർവിശേഷമായ അനന്യമായ അഭിവാഞ്ചയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ആത്മീയ തരംഗങ്ങളാൽ പൂരിതമാകാൽ ഭൗതിക ശരീരം എന്ന് വിശേഷിപ്പിക്കുന്നതിനെ അസ്തിത്വം ഇല്ലാതാകുകയും അപ്രകാരം ജീവാത്മാവ് മഹത്തത്വം എന്ന സർവ്വവിധ മാലിന്യങ്ങളുടെയും ഭണ്ഡാരത്തിൽ നിന്നും എന്നേക്കും സ്വതന്ത്രമാവുകയും ചെയ്യും. എങ്ങനെയാണ് യോഗ പ്രക്രിയയിൽ കൂടി നമ്മുടെ ജീവാത്മാവ് സ്വതന്ത്രമായി പോകുന്നത് എന്ന് പറയാൻ വരികയാണ്. ജീവാത്മാവ് എപ്പോഴും അതിന്റെ സ്ഥാനം എവിടെയാണ്, അത് എങ്ങനെയാണ് നമ്മൾ ആ ഭാവത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത്. കാരണം ഇവിടെ ധൃതരാഷ്ട്രയുടെ ഭാവം നമുക്കറിയാവുന്നതാണ്. എപ്പോഴും എന്തായിരുന്നു, പാണ്ഡവരിൽ നിന്ന് എങ്ങനെങ്കിലും സ്ഥാനം പിടിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്നു. ഏത് സമയത്തും നന്നായിട്ട് പോട്ടെ, ധർമ്മം നിലനിർത്തണമെന്ന് ഭീഷ്മര് പറയും, വിതുരര് പറയും, ശരി ധർമ്മം നിലനിർത്താം, ഒരു മിനിറ്റ് അത് പറയും. അത് കഴിഞ്ഞ ഉടനെ ദുര്യോധനൻ അങ്ങോട്ട് വരും, ദുര്യോധന്റെ മുഖം കാണുമ്പോഴത്തേക്ക് അത് ഏത് സമയം ഫ്ലക്ച്വേറ്റിംഗ് മൈൻഡ് ആയിരുന്നു. അങ്ങനെയുള്ള ആ മൈൻഡിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിതുരർക്കുള്ള ഏറ്റവും പ്രധാന മഹത്വം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് എന്ത് പറ്റി, ഏത് രീതിയിൽ നിന്ന് അദ്ദേഹം എത്തി, എന്താണ് ഭാവം, ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പം ധൃതരാഷ്ട്ര അദ്ദേഹത്തിന്റെ ശുദ്ധ വ്യക്തിത്വത്തെ വിവേകവുമായി മിശ്രണം ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ ഗുണപരമായ ഏകത്വ ജ്ഞാനത്താൽ പരബ്രഹ്മത്തിൽ ഒരു ജീവസത്ത എന്ന പോലെ പരമപുരുഷനിൽ വിലയം പ്രാപിക്കണം. അപ്പൊ അദ്ദേഹത്തെ ഒരു ജീവസത്ത എങ്ങനെയാണ് പരമപുരുഷനിൽ വിലയം പ്രാപിക്കാനുള്ള മാർഗമാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കിയത്. അദ്ദേഹം അതാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിന് അതേ പറ്റുമായിരുന്നുള്ളൂ. കാരണം ജീവിതകാലം മൊത്തം എന്തായിരുന്നു, ഒരുപാട് ക്രൂര കൃത്യങ്ങളും കഠിനതകളും ഒക്കെ മനസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സെ ഭഗവാനിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നതിനെ കുറിച്ച് വിതുരർ ചിന്തിച്ചു. വിതുരത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പക്ഷെ വിതുരർ ഉദ്ദേശിച്ചത്രയും വന്നില്ല. എങ്കിലും അദ്ദേഹത്തിന് സന്തോഷമായി, കുറച്ചെങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞല്ലോ എന്നുള്ളത്. അപ്പം ഇവിടെ അടുത്തത് 56-ാമത്തെ ശ്ലോകം. ത്വസ്തമായ ഗുണോദർക്കോ നിരുദ്ധ കരണാശേഹ നിവർത്തിതാഖിലാഹാര ആസ്തേ സ്ഥാണുരിവാചല തസ്യാന്തരായോ മൈവാഭൂ സന്യസ്താഖില കർമ്മണഃ ത്വസ്ത്വമായ ഗുണോദർക്കോ നിരുദ്ധ കരണാശേഹ നിവർത്തിതാഖിലാഹാര ആസ്തേ സ്ഥാണുരിവാചലഃ തസ്യാന്തരായോ മൈവാഭൂ സന്യസ്താഖില കർമ്മണഃ ത്വസ്തമായ ഗുണോദർക്കോ നിരുദ്ധ കരണാശേഹ ത്വസ്തമായ ഗുണോദർക്കോ. വേർഡ്സ് നമ്മൾ പിരിക്കുമ്പോഴേ ത്വസ്ത മായാഗുണ ഉദർക്ക ഒറ്റ വാക്ക് ആയിട്ട് കിടക്കുന്നതിനെ മൂന്നാക്കുന്നു. ത്വസ്ത മായാഗുണ ഉദർക്ക, അതാണ് ത്വസ്തമായ ഗുണോദർക്കോ. ഇനി അടുത്തത് നിരുദ്ധ കരണാശയ. അപ്പൊ അവിടെ എന്താണ്, നിരുദ്ധ കരണ ആശയ, നിരുദ്ധ കരണ ആശയ, നിരുദ്ധ കരണ ആശയ. പിന്നീട് അടുത്തത് നിവർത്തിതാഖില ആഹാര. അപ്പൊ അവിടെ എങ്ങനെ വിരിക്കും നമ്മളത്, നിവർത്തിത അഖില ആഹാര. അവിടെ വേണമെങ്കിൽ നമുക്ക് അഖിലമെന്ന് എടുക്കാം, അഖിലാഹാര. പക്ഷെ ഇവിടെ അഖിലാഹാര എന്ന് കിടക്കുന്നതുകൊണ്ട് നിവർത്തിത അഖില ആഹാര. പിന്നീട് ആസ്തേ സ്ഥാണുരിവാചല, ആസ്തേ സ്ഥാണുഹു ഇവ അചലഹ.
ആസ്തേ സ്ഥാണുഹു ഇവ അചലഹ. പിന്നെ അടുത്തത് തസ്യാന്തരായോ മൈവാഹു. തസ്യ അന്തരായോ മൈവാഹു. അപ്പം ഒന്ന് അതിനെ നമ്മൾ പിരിക്കുന്നത് തസ്യ അന്തരായ, അവിടെ ഹ വരത്തില്ല കേട്ടോ. തസ്യ അന്തരായ മൈവാഹുവിനെ പിരിക്കുന്നത് മാ പ്ലസ് ഏവ പ്ലസ് അഭൂഹു. അങ്ങനെയാണ് മൈവാഹു എന്നുള്ളത് മാ പ്ലസ് ഏവ പ്ലസ് ആഭു എന്ന് വരും. മൈവാഹു. സന്യസ്താഖില കർമ്മണഃ. സന്യസ്ത അഖില കർമ്മണഃ. അങ്ങനെ പിരിച്ചെടുക്കണം. നമ്മൾ ഓരോ വേർഡ്സും അങ്ങനെ പിരിച്ചു നോക്കുമ്പോൾ അർത്ഥം ഈസി ആയിട്ട് നമുക്ക് കിട്ടും. സന്യസ്ത അഖില കർമ്മണഃ. അപ്പം ത്വസ്തമായ ഗുണോദർപ്പോ. ത്വസ്ത എന്ന് പറഞ്ഞാൽ നശിപ്പിക്കപ്പെടുകയാൽ, ഇല്ലാതാക്കുകയാൽ എന്നൊക്കെയാണ് ത്വസ്ത എന്ന വാക്കിന്റെ അർത്ഥം. മായാഗുണ എന്ന് പറഞ്ഞാൽ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾ. ഉദർഖ പരിണത, ഇനിയും പരിണത ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭവിക്കാൻ പോകുന്ന ഫലങ്ങൾ. നിരുദ്ധ കരണ ആശയ. നിരുദ്ധ അതിനെ മാറ്റി വെച്ചതിന് ശേഷം, നീക്കി നിർത്തിയതിന് ശേഷം, കരണ ആശയ. കരണങ്ങളും ആശയങ്ങളും എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ. ആശയം വരുന്നത് നമ്മുടെ മനസ്സിലാണല്ലോ അല്ലെ. അപ്പം ആശയങ്ങളും ഇന്ദ്രിയങ്ങളും, കരണം ഇന്ദ്രിയങ്ങളും ആശയങ്ങളും, അത് ഇന്ദ്രിയങ്ങളും അതിന് ആശയം വരുന്ന മനസ്സ്, ഇന്ദ്രിയങ്ങളും മനസ്സും. നിവർത്തിത ഇല്ലാതെയായി, നിവർത്തിത. ഇനി അഖില. അഖിലം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം എല്ലാം എന്നുള്ളത്, മലയാളം തന്നെ. ആഹാര, അതും അറിയാം. ഇവിടെ ആഹാരം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരമല്ല, ഇന്ദ്രിയങ്ങൾ എന്തിച്ചിരിക്കുന്നു അത് ഇന്ദ്രിയങ്ങൾക്കായിട്ടുള്ളത്. ആസ്തേ ഇരിക്കുന്നു, ആസ്തേ ഉണ്ട്, ഇരിക്കുന്നു എന്നൊക്കെ പറയും. സ്ഥാണു, സ്ഥാണുഹു എന്ന് വെച്ചാൽ ദൃഢമായിട്ട് ചരിക്കാൻ പറ്റാത്തത് സ്ഥാണു. ഇവ പോലെ, അചലഹ അചലം സ്ഥാവരമായിട്ടുള്ള വസ്തുക്കളെ. തസ്യ അദ്ദേഹത്തിന്റെ, അന്തരായ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് അന്തരായ. മാ പ്ലസ് ഏവ, അത് പറഞ്ഞു ഞാൻ. മാ ഏവ എന്നൊന്നിച്ചെടുക്കുമ്പോഴേ ഒരിക്കലും അങ്ങനെയല്ല എന്നുള്ള അർത്ഥം. അഭുഹു ഭവിക്കപ്പെടുക, ഭവിക്കുക. സന്യസ്ത വേണ്ടെന്ന് വെക്കുക. അഖിലം എല്ലാ തരത്തിലുള്ള അഖിലം. കർമ്മണഃ ഭൗതിക കർത്തവ്യങ്ങൾ. അപ്പം ത്വസ്തമായ ഗുണോദർഖോ നിരുദ്ധ കരണാശേഹ നിവർത്തിത അഖിലാഹാര ആസ്തേ സ്ഥാണുരിവാചല തസ്യാന്തരായോ മൈവാഭൂ സന്യസ്താഖില കർമ്മണഃ. അതിൽ വേർഡ്സ് വല്ലതും കിട്ടാത്തതുണ്ടോ? ഇതല്പം പ്രയാസമുള്ള ശ്ലോകമാണ്. ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ പറയണം. ഹരേ കൃഷ്ണ. അപ്പം ശ്ലോകം ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി, വായിക്കട്ടെ. വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ദുസ്തമായ ഗുണാദർഭോ നിരുദ്ധകരണാശയ നിവർത്തിതാഖിലാഹാര ആസ്തേ സ്ഥാണുരിവാചല തസ്യാന്തരായോ മൈവാഭൂ സന്യസ്താഖില കർമ്മണഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരാളുടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ വായിച്ചോ മാതാജി, വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വസ്തമായ ഗുണോദർക്കോ നിരുദ്ധകരണാശയഃ നിവർത്തിതാഖിലാഹാര ആസ്തേ സ്ഥാണുരിവാചലഃ തസ്യാന്തരായോ മൈവാഭൂ സന്യസ്താഖില കർമ്മണഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ദേശി ഭക്തിവേദാന്ത സംസ്ഥയില പ്രഭുപാദിക്ക് ജയ്. അദ്ദേഹം ശ്രീ ഗുരു ശ്രീയുതപദകമലം ശ്രീ ഗുരും വൈഷ്ണവം ശ്രീരൂപം സാക്ഷാദം സഹരഘുനാഥാന്വിതം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണലളിത ശ്രീ വിശാഖാന്വിതം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്താരാധാകാന്താ നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. महाविष्णु गोस्वामी महाराज गुरुदेव की जय. श्रील प्रभुपाद की जय.
അനന്തകോടി വൈഷ്ണവ വൃന്ദകീ ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന പ്രത്യാഘാതങ്ങളിൽ ഒന്നിനും പ്രഭാവിതനാകാതെ ആന്തരികവും ബാഹ്യവുമായ സർവ്വ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും ഉപേക്ഷിച്ച് സമസ്ത ഭൗതിക കർമ്മങ്ങളും പരിത്യജിച്ച ശേഷം പ്രവർത്തന പഥത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നിശ്ചേഷ്ടനായി നിലകൊള്ളണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ എന്താണ് അതിന്റെ ഒരു സന്ദർഭം ആർക്കെങ്കിലും ഒന്ന് പറയും? സന്ദർഭം. ഹരേ കൃഷ്ണ. എന്താണ് ഇതിങ്ങനെ പറയാൻ കാരണം? ഇങ്ങനെയൊക്കെ നിലകൊള്ളണം, പ്രതിബന്ധങ്ങളെ തരണം ചെയ്യണം, ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ ഉപേക്ഷിക്കണം, ഭൗതിക പ്രവർത്തനങ്ങളെ കർമ്മങ്ങളെ എല്ലാം പരിത്യജിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു. പ്രത്യാഘാതങ്ങളിൽ ഒന്നിനും പ്രഭാവിതനാകരുതേ, ഇതൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്, എങ്ങനെ, ആർക്ക്, എവിടെ എന്ന് പറഞ്ഞേ. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ കഴിയും, ആരും പേടിക്കണ്ട, പറഞ്ഞോളൂ. നാരദമുനി യുധിഷ്ഠിരനോട് പറഞ്ഞാണോ? യുധിഷ്ഠിരനോട് പറഞ്ഞതാണ്, ശരിയാണ്. നാരദമുനി യുധിഷ്ഠിരനോട് പറയുന്നു. ആരെ കുറിച്ച് പറയുന്നു? വല്യച്ഛനും വല്യമ്മയും പോയതിനുള്ള വിഷമത്തിൽ തീർക്കാൻ വേണ്ടി പറയുന്നു. അപ്പം അവിടെ ഇതിപ്പോ ഈ ഒരു ശ്ലോകം പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോഴേ ആരെ കുറിച്ചാണ്? ധൃതരാഷ്ട്രയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞതിനകത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ യോഗത്തിൽ അദ്ദേഹം അതിന്റെ മനസ്സിനെ കേന്ദ്രീകരിച്ച് വെച്ചു എന്ന് പറഞ്ഞു. ടേണിംഗ് ദി സെൻസസ് ഫ്രം മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് ടു ദി ലവിംഗ് ട്രാൻസെൻഡന്റ് ലവിംഗ് സർവീസ് ഓഫ് ദ ഗോഡ്. പ്രത്യാഹാര എന്ന പദവിയിൽ എത്തി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മെറ്റീരിയൽ അറ്റാച്ച്മെന്റിൽ നിന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളെ, ടേണിംഗ് ദ സെൻസസ് ഫ്രം മെറ്റീരിയൽ അറ്റാച്ച്മെന്റിൽ നിന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളെ മാറ്റിയെടുത്തിട്ട് നമ്മൾ എവിടെ കൊണ്ടെത്തിക്കുന്നു? അതിനെ ലവിംഗ് ട്രാൻസെൻഡൽ സർവീസ് ഓഫ് ദ ലോർഡ്. ഇങ്ങനെ ഭഗവാനോടുള്ള ആ പ്രേമപൂർവമായ അതീന്ദ്രിയമായ ആ സേവനത്തിലേക്ക് എത്തിക്കുക. അതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടതാണ്. ആ പ്രത്യാഹാര പദവിയിലേക്ക് എത്തി. അപ്പം അവിടെ എന്താണ്? സുപ്രീം ലോർഡായിട്ടുള്ള ഹരിയെ സന്തോഷവാനാക്കി തീർക്കുന്ന ഒരു സ്റ്റേജ്. അപ്പം അത് സമാധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ. അപ്പം യോഗ പ്രക്രിയയുടെ 8 അംഗങ്ങളെയും കടന്നു കഴിഞ്ഞിട്ട് നമ്മൾ സമാധിസ്ഥനാകാനുള്ള ശ്രമം അവിടെ കാണുകയാണ് ചെയ്തത്. നമ്മൾ ഭക്തിയിലാവുമ്പോ എങ്ങനെയാണ്? സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരഥോക്ഷജേ അഹൈതുകീയ പ്രതിഹത ആത്മാ സുപ്രസീദതി. ഭക്തന്മാരെ എടുക്കുമ്പോ അങ്ങനെ എടുക്കും. ഇവിടെ എന്താണ്? ഓരോ സ്റ്റെപ്പുകളെയും കടന്ന് ഇവിടെ എത്തി സമാധിയിലെത്തുക എന്ന ഒരു സ്റ്റേജിൽ എത്തണം. നമുക്ക് യോഗ പ്രക്രിയയിൽ അവിടെ എത്തണം. അതേസമയം ഭക്തി പ്രക്രിയയിൽ എങ്ങനെയാണ്? എല്ലാം സവൈപുംസം പരോധർമ്മോ യഥോ ഭക്തി രഥോക്ഷതി. എന്ത് ചെയ്താലും ഭഗവാൻ ഇഷ്ടപ്പെടണം. അതെങ്ങനെയുള്ളതായിരിക്കണം? അഹൈതുകിയായിരിക്കണം, അപ്രതിഹതയായിരിക്കണം, അകാരണമായിട്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അതിന് തടസ്സമുണ്ടാകരുത്. ഇന്ന് ചെയ്തു, നാളെ ഭഗവാൻ ഇഷ്ടമുള്ളത് ചെയ്യാതിരിക്കരുത്. അപ്പം ഡെയിലി ചെയ്യുന്ന അതാണ് നിത്യം ഭാഗവത സേവയാ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡെയിലി നിങ്ങൾ ഭാഗവതം പഠിക്കണം. അല്ലാതെ ഇന്ന് ഭാഗവതം പഠിച്ചു, അടുത്ത നെക്സ്റ്റ് വെനസ്ഡേ മാതാജി വന്നാൽ ചോദിക്കും അതുകൊണ്ട് പഠിച്ചാൽ മതി എന്ന് വിചാരിക്കരുത്. അപ്പൊ എന്താണ്? ഓരോ ശ്ലോകവും നമ്മൾ പഠിക്കുന്നത് അത് ഡെയിലി എടുത്ത് വായിക്കുക. അപ്പൊ നിത്യം ഭാഗവത സേവയ എന്ന് പറയുന്നത് കൊണ്ട് അഹൈതുകി അതേ രീതിയിൽ അപ്രതിഹത എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോഴാണ് ഭക്തി മാർഗത്തിൽ കൂടി നമ്മൾ പോകുന്നത്. അപ്പം നമ്മളിലുള്ള തൃഷ്ണ, നമ്മളിലുള്ള രജോ ഗുണം, ഫലോത്കൃഷ്ട കർമ്മങ്ങള്, പരിശ്രമങ്ങള്, കാമ്യകർമ്മ ഫലത്തെക്കുറിച്ചുള്ള അങ്ങനെയുള്ള ബന്ധനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ ഇവിടെ പിടിച്ചു നിർത്താൻ നമുക്ക് തോക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഗുണങ്ങളെ കുറിച്ച്. ഭൗതിക ഗുണങ്ങൾ നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കാൻ നോക്കും. ആ ഭൗതിക ഗുണങ്ങൾ ബന്ധിപ്പിക്കുമ്പോൾ നമ്മൾ അവിടെ അതിന് ബന്ധനത്തിൽ നിന്ന് കൊടുക്കാതിരിക്കാനുള്ള മാർഗങ്ങളാണ് ഇവിടെ. യോഗികൾ എന്ത് ചെയ്യുന്നു? അവരുടെ യോഗത്തിന്റെ അംഗങ്ങൾ വഴി അപ്പുറത്തേക്ക് പോകുന്നു. ഭക്തന്മാരെന്ത് ചെയ്യുന്നു? ഭഗവാന് വേണ്ടി സേവനം ചെയ്തുകൊണ്ട് എങ്ങനെങ്കിലും ആ ഭൗതിക ഗുണങ്ങളിൽ നിന്ന് കുറച്ചെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നു. അതാണ്. അപ്പം
ഭക്തന്മാർ അതേ രീതിയിൽ അഹൈതുകയും അപ്രതിഹതയായിട്ട് സേവനം ചെയ്തുകൊണ്ട് ഭഗവാനെ ഡിവോഷണൽ സർവീസിൽ കൊണ്ടുപോകുമ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? ഇവര് അംഗങ്ങൾ വഴി, യോഗികൾ അംഗങ്ങൾ വഴി ഭഗവാനിൽ ലയിക്കുക, ഭഗവാനെ കാണാനുള്ള, അവരുടെ ഉള്ളിൽ ഭഗവാനെ കണ്ടെത്താനുള്ള അവരുടെ ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ട് ഇരിക്കും. അങ്ങനെ സമാധിസ്ഥനാകാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് അവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന് യോഗ പ്രക്രിയയിൽ കൂടി എങ്ങനെ, ഏതൊക്കെയാ യോഗ പ്രക്രിയ എന്ന് പറയുന്നത്? യമം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? യമനിയമങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മുടെ യമനിയമം അല്ല, യമനിയമം, പ്രാണാഹാരം, പ്രത്യാഹാരം അതൊക്കെ പഠിച്ചതാണല്ലോ. അപ്പൊ ആ രീതിയിൽ അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. അപ്പൊ പ്രത്യാഹാരം എന്ന് പറഞ്ഞു. ഭൗതിക ബന്ധനത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുത സേവനത്തിൽ വ്യതിചലിപ്പിക്കുന്ന നടപടിയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രത്യാഹാര സ്റ്റേജിൽ എത്തി പരമപുരുഷനായ ഹരി സംപ്രീതനാകുന്നതിൽ അങ്ങനെ പ്രാണായാമം വഴി ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധൃതരാഷ്ട്രൻ എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ എല്ലാ സസ്പെൻഡ് ഓൾ ദി ആക്ഷൻസ് ഓഫ് ദി സെൻസസ്, ഇന്ദ്രിയങ്ങളുടെ എല്ലാ ആക്ഷൻസിനെയും പ്രവൃത്തികളെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ഇനി ആ വെളിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളെ പോലും അദ്ദേഹം ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യുന്നു? ആ ഒരു ഇന്ദ്രിയങ്ങളുടെ ഇന്ററാക്ഷൻസിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ അദ്ദേഹം ആ നിലയിൽ വരെ എത്തി. ഇനിയും നാച്ചുറൽ നമ്മുടെ സെൻസസിന്റെ, ഇന്ദ്രിയങ്ങളുടെ മോഡ്സിന്റെ നടപടിയൊക്കെ അവിടെ സസ്പെൻഡ് ചെയ്ത് അവിടെ നിർത്തുകയാണ് ചെയ്തത്. ഇതൊക്കെ യോഗികൾക്ക് കഴിയുന്ന കാര്യങ്ങളാണ്, നമുക്ക് അറിയില്ലെങ്കിലും. അപ്പം അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തിന്റെ ആ പരമമായ ആത്മീയമായ ആ ഭാവത്തെ അദ്ദേഹം തന്റെ വിവേകവുമായി കൂട്ടിച്ചേർത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ഗുണപരമായ ജ്ഞാനം കൊണ്ട് ഞാൻ ഒരു ജീവസത്തയാണ്, എനിക്ക് ഭഗവാന്റെ ആ ഭാവത്തിലേക്ക് എത്തിച്ചേരണമെന്ന രീതിയിൽ അദ്ദേഹം ഒരു പരമപുരുഷനിൽ വിലയം പ്രാപിക്കണം എന്ന ചിന്തയോടുകൂടി അദ്ദേഹത്തിൽ അത് മാത്രമായി തീർന്നു. അദ്ദേഹം എത്രയോ ദിവസം കൊണ്ട് അദ്ദേഹം ഇതുവരെയും തന്റെ മക്കളോടെ ഉള്ള അറ്റാച്ച്മെന്റിലായിരുന്നു, രാജ്യത്തോടുള്ള അറ്റാച്ച്മെന്റിലായിരുന്നു, അല്ലെങ്കിൽ പാണ്ഡവരവരെ വധിച്ചത് കൊണ്ടുള്ള ഭാവഭേദങ്ങളും അദ്ദേഹത്തിന്റെ ദേഷ്യവും ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വിതുരരുടെ ഉപദേശപ്രകാരം അദ്ദേഹം മാറി തന്നിലേക്ക് ഭഗവാനിൽ ലയിക്കണമെന്നുള്ള ഭാവത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആ യോഗമുറകളെല്ലാം അദ്ദേഹം പരിശീലിക്കുകയും അദ്ദേഹം അങ്ങനെ ഒരു പരമപുരുഷനിൽ വിലയം പ്രാപിക്കാൻ അങ്ങനെ എത്തിച്ചേരുകയും ചെയ്യുകയാണ്. പ്രത്യാഹാരം വരെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, സമാധിസ്ഥനാകുന്നു, അങ്ങനെ ആ ഭാവം വരെ കണ്ടു. അപ്പൊ പരമപുരുഷനിൽ വിലയം പ്രാപിക്കാനുള്ള ഭാവത്തിലെത്തി. അപ്പം നമ്മൾ ഈ ബാക്കിയുള്ള എല്ലാത്തിൽ നിന്നും സ്വതന്ത്രനായ ശേഷം, എന്തിൽ നിന്നെല്ലാം സ്വതന്ത്രനാകണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ദ്രിയങ്ങൾ വഴി വരുന്ന എല്ലാ ആക്ഷൻസിനെയും സസ്പെൻഡ് ചെയ്യുക, പിന്നെ വെളിയിൽ നിന്ന് വരുന്ന ഭാവഭേദങ്ങളെയും ആഗ്രഹങ്ങളെയും മാറ്റി നിർത്തുക, പിന്നെ അടുത്തത് ഏതാണ്? ഇന്ദ്രിയങ്ങളുടെ ഇന്ററാക്ഷൻസിനെ മാറ്റി നിർത്തുക, പിന്നെ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ഉണ്ടാകുന്ന ഭാവഭേദങ്ങളെ എല്ലാം മാറ്റി നിർത്തുക, പിന്നെ മെറ്റീരിയലായുള്ള ഡ്യൂട്ടീസിനെയും റെനൗൺസ് ചെയ്യുക. ഏറ്റവും പ്രയാസമായിട്ടുള്ള കാര്യമാണ് അതല്ലേ? ഭൗതികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും റെനൗൺസ് ചെയ്യുക. അങ്ങനെ അദ്ദേഹം ഇമ്മൂവബിളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് വെച്ചാൽ യാതൊരു ഭാവഭേദവും ഇല്ലാതെ അനക്കമില്ലാത്ത സ്ഥിതിയിൽ എത്തിച്ചേരും. അപ്പം ബാക്കിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെളിയിൽ നിന്ന് ഇന്ററാക്ഷൻ ഇല്ല, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളില്ല, പിന്നെ എന്തില്ല, മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ കൊണ്ട് നമുക്ക് വരുന്ന ഭാവഭേദങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ട് ഉണ്ടാകാവുന്ന എല്ലാ ഇന്ററാക്ഷൻസിനെയും വേണ്ടെന്ന് വെക്കാൻ നമുക്ക് കഴിയും. നമുക്കിതിനെല്ലാം കഴിയും. കാരണം ആരാണ്? നമ്മൾ ഭഗവാന്റെ ഒരു ചൈതന്യം മാത്രമാണ് നമ്മൾ. അപ്പൊ ആ ചൈതന്യമായതുകൊണ്ട് നമുക്ക് ഇതിനെല്ലാം കഴിവുണ്ട്. നമ്മൾ അതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. അതിന് നമ്മൾ ശ്രമിക്കണം. അപ്പൊ അങ്ങനെ എല്ലാ ഭൗതികമായ പ്രവർത്തനങ്ങളെയും റെനൗൺസ് ചെയ്തതിന് ശേഷം അനക്കമില്ലാത്ത സ്ഥിതിയിൽ ആ യോഗി ആയിട്ട് അവിടെ എത്തിച്ചേർന്നു. അപ്പം നമ്മുടെ ആ വഴിയിലുള്ള എല്ലാ ഹിൻഡ്രൻസസിനെയും, എല്ലാ ഇടപെടലുകളെയും ഉപദ്രവങ്ങളെയും എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് അദ്ദേഹം ബന്ധിത ആകാശത്തിൽ നിന്നും സ്വതന്ത്രനായ ശേഷം ആത്മീയ ലോകത്തിലേക്ക് അദ്ദേഹത്തിന് ഉന്നതി പ്രാപിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ആത്മീയ ലോകത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ എത്തിച്ചേർന്നു. എത്ര വേഗം എന്നാണ്. അപ്പോൾ ഒരു ശുദ്ധ ഭക്തന്റെ സഹായം കൊണ്ട് നമുക്ക് എന്ത് സാധിക്കില്ല എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന കാലാകാലങ്ങളായി മനസ്സിനെ അങ്ങ് ഭൗതികതയിലിട്ട് ആറാടിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യന്, ഒരു ശുദ്ധഭക്തന്റെ ശുദ്ധഭക്തൻ ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പറഞ്ഞിട്ട് അതൊന്നും കേട്ടില്ല. കാരണം അതാണ് സംഘത്തിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഓർത്തോണം, അവിടെ നിൽക്കുമ്പോൾ എന്താണ്, തന്റെ മക്കളെ, തന്റെ ശത്രുക്കളെ എന്നുള്ള ഭാവങ്ങൾ വന്നു. അപ്പൊ അവിടെ ഈ ശുദ്ധഭക്തൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിന് അതിന് തയ്യാറായില്ല. ഇവിടെ അതെല്ലാം മാറി അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി, അതെല്ലാം വന്ന് ആ സർക്കംസ്റ്റൻസസ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതെല്ലാം ഒരുക്കിയതിനു ശേഷം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് എല്ലാം മനസ്സിലായി. അദ്ദേഹം പോകാനുള്ള ഭാവങ്ങളെല്ലാം എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ കാണുന്നത് ധൃതരാഷ്ട്രരെ യോഗിക് പ്രോസസ്സിൽ വിജയിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു എല്ലാ മെറ്റീരിയൽ റിയാക്ഷൻ കൊണ്ടുണ്ടായ എല്ലാ രീതികളിൽ നിന്നും അദ്ദേഹം സ്വതന്ത്രനായി. മെറ്റീരിയൽ മോഡ്സ് കൊണ്ടുള്ള ആ ഒരു വികാര ഭാവഭേദങ്ങളെല്ലാം മാറ്റിയെടുത്തു. മാറ്റർ എൻജോയ് ചെയ്യണമെന്നുള്ള ആ ഭാവഭേദങ്ങളിൽ നിന്ന് അദ്ദേഹം വെളിയിൽ വന്നു. പിന്നെ യോഗിക് പ്രോസസ് വഴി അദ്ദേഹത്തിന്റെ ഫാൾസ് എൻജോയ്മെന്റിൽ നിന്നെല്ലാം അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നെ എന്താണ്, ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്നത് എന്താണ്, ആഹാരത്തെ കുറിച്ച് അദ്ദേഹത്തിന് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം എന്തായി, ഒരു സ്റ്റഡി ഭാവത്തിലായി. അങ്ങനെയോ അദ്ദേഹം ആ യോഗിക് പ്രോസസ്സിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആര്, നാരദരെ. എന്തിയേ എന്നുള്ളത് വലിയച്ഛൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ് നാരദരിൽ നിന്ന് വരുന്നത്. ഇപ്പം യോഗ പ്രക്രിയയാൽ യാതൊരുവിധ ഭൗതിക പ്രത്യാഘാതങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയിൽ ധൃതരാഷ്ട്രം എത്തിച്ചേർന്നു. ഭൗതിക വിഷയങ്ങളെ ആസ്വദിക്കാനുള്ള ഉത്സാഹങ്ങളും ഒന്നും അവിടെ ഇല്ല. പിന്നെ എന്താണ്, മെറ്റീരിയൽ മോഡ്സിനെല്ലാം അപ്പുറത്തെത്തി അദ്ദേഹം എവിടെ എത്തിച്ചേർന്നു, സ്പിരിച്വൽ മോഡിൽ എത്തിച്ചേർന്നു. അപ്പൊ അങ്ങനെ അപരിമേയ ഭാവത്തിലേക്ക് എത്താനുള്ള ആ ഒരു ശ്രമത്തിൽ അദ്ദേഹം ആയിരിക്കുകയാണ്. അതുകൊണ്ട് മിഥ്യാസുഖാസ്വാദനത്തിൽ നിന്നും രക്ഷ നേടാൻ യോഗ പ്രക്രിയ മുഖേന ഒരുവന് സാധ്യമാകുന്നു എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. ഓരോ ഇന്ദ്രിയങ്ങളും അതിൻ്റെതായ തനതായ ആഹാരത്തിനായി സദാ ഊർജ്ജസ്വലമാണ്. ആ ബദ്ധാത്മാവ് എപ്പോഴും നമ്മളെ ആക്രമിക്കപ്പെടാൻ ഒരുപാട് പേരുണ്ട്. ആക്രമിക്കുന്ന ആരാണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ അവിടെ നിൽക്കുന്ന അവസരത്തില് ഏതെങ്കിലും ഒരു അനുഷ്ഠാനത്തിൽ ഉറയ്ക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ പിടിച്ചുകൊണ്ട് പോകാൻ എത്ര പേരാണുള്ളതെന്ന് നമുക്കറിയാം. അങ്ങനെ ഇവിടെ ഇതിനൊന്നും അവസാനം കൊടുത്തില്ല. ഇതിനെല്ലാം അദ്ദേഹം സസ്പെൻഡ് ചെയ്തു. അങ്ങനെ അദ്ദേഹം വിജയിയായി എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇനിയും ധൃതരാഷ്ട്ര വലിയച്ഛനോടുള്ള സ്നേഹം കൊണ്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ഒന്നും നടത്തിയേക്കല്ലേ. ഇനിയും അദ്ദേഹം ഈ ഭാവത്തിൽ നിന്നെല്ലാം വിട്ടുപോയി കഴിഞ്ഞു. വലിയച്ഛൻ എന്നുള്ള ഭാവമൊന്നും കാണണ്ട, അതുകൊണ്ട് ഇനിയും കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങോട്ടെങ്ങും പോവല്ലേ എന്നുള്ള ഇതിലാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ വലിയച്ഛനെ തിരികെ കൊണ്ടുവരാമെന്ന് ശ്രമിക്കേണ്ട എന്ന് ഉപദേശിക്കുകയാണ്. ഭൗതികമായ എല്ലാ വിഷയങ്ങളുടെ ആകർഷണത്തിനൊക്കെ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞു. വളരെ വേഗം അത് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സ്പിരിച്വൽ ആയിട്ടുള്ള ഗുണത്തിൽ എത്തിച്ചേർന്നു. ഭൗതികമായുള്ള ഗുണത്തിനൊക്കെ അപ്പുറത്ത് അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, യാതൊരു വിത്തൗട്ട് റിയാക്ഷനിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഭൗതിക ഗുണങ്ങൾക്ക് ഉപരിയായിട്ടുള്ളതും വളരെ സ്പിരിച്വലി പൂർണ്ണമായിട്ടുള്ളതുമായ സ്റ്റേജിൽ അദ്ദേഹം ഇരിക്കുന്നു. ഇപ്പോഴ് ആ ഒരു സ്റ്റേജിനെ നമ്മൾ നിർഗുണ സ്റ്റേജ് എന്ന് പറയും. നിർഗുണ എന്ന് പറഞ്ഞാൽ യാതൊരു വിഘ്നങ്ങളും ഇല്ലാത്തത്, മെറ്റീരിയൽ മോഡ്സ് ഓഫ് നേച്ചറിനെ ഒട്ടും ബാധിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജിനെയാണ് നിർഗുണം എന്ന് പറയുന്നത്. മലയാളത്തിലെ നിർഗുണമല്ല, ഗുണമില്ലാത്തത് എന്നുള്ളതല്ല, നിർഗുണ സ്റ്റേജ് എന്ന് പറയും. ഇപ്പം റിയാക്ഷൻ ഇല്ലാത്ത ഒരു സ്റ്റേജിനെയാണ് നിർഗുണ സ്റ്റേജ് എന്നിവിടെ പറയുന്നത്. അപ്പൊ അത് എവിടെയാണ്? എബവ് ദ മെറ്റീരിയൽ മോഡ്സ് ഓഫ് നേച്ചർ, അത് സ്പിരിച്വൽ മോഡാണ് എന്നുള്ളതാണ്. ആത്മീയമായ ഭാവം അവിടെ എത്തിച്ചേർന്നു. നിർഗുണ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആ വാക്ക് പഠിച്ചു വെച്ചോണം. ദി സ്പിരിച്വൽ മോഡ് അതും അതിന്റെ ഇഫക്ട്സും ഒരുപോലെയാണ്. അപ്പം ആ ഒരു സ്പിരിച്വൽ മോഡിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്നും ഇവിടെ അറിയാം. നിർവികൽപ്പമാണ്, പരിപൂർണമാണ്, ശ്രേഷ്ഠമാണ്, പരമമാണ്, നിത്യമാണ്, ആത്മീയമാണ്. ഇത്രയും വേർഡ്സാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അവിടെ. അപ്പൊ അങ്ങനെ എന്തൊക്കെയാണ്? നിർവികൽപ്പം, പരിപൂർണം, ശ്രേഷ്ഠം, പരമം, നിത്യം.
അപ്പൊ അങ്ങനെ അവിടെ എത്തിക്കിരിക്കുന്നു. ഇത് ആത്മീയ ഗുണത്തെ അതിന്റെ ഭൗതിക വശത്തിൽ നിന്നും വേർതിരിക്കാൻ നിർഗുണ എന്ന പദം നമ്മളിവിടെ ഉപയോഗിക്കാറുണ്ട്. അപ്പം ശ്രേഷ്ഠ ഭാവത്തിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ആത്മീയ ഗുണങ്ങളാൽ കൊണ്ടുവരുന്ന കർമ്മങ്ങളെ അതിനെ ആ സ്റ്റേജിൽ എത്തുമ്പോൾ അവിടെ ഭൗതിക അഥവാ ഭക്തിയുത സേവനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നു. അപ്പം നിർഗുണം എന്ന് പറഞ്ഞാൽ പരമപുരുഷനുമായുള്ള പ്രത്യക്ഷ സമ്പർക്കത്താൽ അദ്ദേഹത്തിന് പരമപുരുഷനെ ആ ഭാവത്തിൽ ഇരുന്നുകൊണ്ട് ചിന്തിച്ചിട്ട് അപ്രത്യക്ഷമായി അദ്ദേഹത്തെ കാണുന്നത് പോലെ, മനസ്സിൽ കാണുന്നത് പോലെ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പോകല്ലേ എന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ. അടുത്ത 57-ാമത്തെ ശ്ലോകമാണ്. അപ്പൊ സ്പിരിച്വൽ ഭാവത്തിലേക്ക് അദ്ദേഹം എത്തി. സവാ അദ്യതനാത്രാജൻ പരത പഞ്ചമേഹനി കളേവരം ഹാസ്യതി സ്വം തച്ചഭസ്മീ ഭവിഷ്യതി. സവാദ്യതനാത്രാജൻ പരത പഞ്ചമേ അഹനി കളേവരം ഹാസ്യതി സ്വം തച്ചഭസ്മീ ഭവിഷ്യതി. സവ അദ്യതനാത്രാജൻ. സവ എന്ന് പറഞ്ഞാൽ സഹ എന്ന് പറഞ്ഞാൽ അദ്ദേഹം, വാ എന്ന് പറഞ്ഞാൽ തീർച്ചയായും, തീർച്ചയായും ഇല്ല, സംടൈംസ് എന്നുള്ളതാണ്, മിക്കവാറും. അദ്യ എന്ന് വെച്ചാൽ ഇന്ന്, തനാത് അതിൽ നിന്നും എന്നൊക്കെ പറയുന്ന തനാത്. അപ്പം സഹ വാ അദ്യ തനാത് രാജൻ, അല്ലയോ രാജാവേ, പരത പഞ്ചമേ അഹനി. പരത എന്ന് പറഞ്ഞാൽ ഭാവിയിൽ, പഞ്ചമേ അഞ്ചാമത്, അഹനി ദിവസം. അപ്പം സഹ വാ അദ്യത അനാഥ രാജൻ പരത പഞ്ചമേ അഹനി കളേവരം ഹാസ്യതി സ്വം. കളേവരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെയാണ് ഇപ്പോഴും നമ്മൾ കളേവരം എന്ന് പറയുന്നത്. കളേവരം ശരീരം, ഹാസ്യതി ഉപേക്ഷിക്കുക, ഹാസ്യതി സ്വം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം. നമുക്ക് നമ്മുടെ ശരീരത്തോടാണ് നമുക്ക് ഏറ്റവും സ്നേഹം, അല്ലെ? നമ്മൾ എത്ര സ്നേഹത്തോടാണ് നമ്മുടെ ശരീരത്തെ നോക്കി നടത്തുന്നത്. എത്ര നമ്മൾ സ്പിരിച്വലി ഉയർന്നാലും നമ്മുടെ ശരീരത്തോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അതില്ലാതാവുമ്പോൾ നമ്മളത് പ്യുവർ സ്റ്റേജിലായിത്തീരും. അതില്ലാത്തവരുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ചിലർക്കൊക്കെ അങ്ങനെ ഒരു ഭാവം പോലും ഇല്ലാത്തവരുണ്ട്. നമ്മളൊക്കെ നമ്മുടെ ശരീരത്തെ മറ്റുള്ളവർ ആ ഒരു വളരെയധികം സ്നേഹത്തോടുകൂടി കാണുന്നതാണ്. ഇദ്ദേഹം ആ ഭാവം എല്ലാം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വന്തം. തതെന്ന് വെച്ചാൽ അത് ഭസ്മി ഭസ്മം ഭവിഷ്യതി ആയിത്തീരും. അപ്പം സവാ അദ്യതനാദ്രാജൻ പരത പഞ്ചമേ അഹനി എന്നാണ് കേട്ടോ. പഞ്ചമേ അഹനി കളേവരം ഹാസ്യതി സ്വം തച്ച ഭസ്മി ഭവിഷ്യതി. ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം അറിഞ്ഞുകൂടാമെങ്കിൽ ചോദിച്ചോണം, പുസ്തകം ഇല്ലാത്തവരെ. ഹരേ കൃഷ്ണ. വച്ചിരിക്കരുത്. അറിയാത്ത ഏതെങ്കിലും വാക്ക് അറിഞ്ഞുകൂടാതെ വരുന്നെങ്കിൽ ചോദിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ലേ? ഹരേ കൃഷ്ണ. കേൾക്കാമോ? രാജൻ പരത പഞ്ചമേ അഹനി കളേവരം ഹാസ്യതി സ്വം തച്ച ഭസ്മി ഭവിഷ്യതി. വേറൊരാൾ വായിക്കും. ഞാൻ വിചാരിച്ച നെറ്റ് പോയെന്ന്. നിങ്ങൾ ആരും ഹരേഷ്ണ മാതാജി. ഭഗവതേ വാസുദേവായ. അദ്യതനാദ്രാജൻ ഭരത പഞ്ചമോഹനി കളേവരം ഹാസ്യതി സ്വം തച്ച ഭസ്മി ഭവിഷ്യതി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പൊ അതിന്റെ വിവർത്തനം. സവാ അദ്യതനാത് രാജൻ, അദ്ദേഹം മിക്കവാറും ഇന്നേ തനാതെ ഇന്ന് തൊട്ട്, അല്ലയോ രാജാവേ, ഇന്ന് തൊട്ടുള്ള ദിവസം, അഞ്ചാമത്തെ ദിവസം, പഞ്ചമി അഹനി എന്ന് പറഞ്ഞ ദിവസം, കളേവരം ശരീരം, ഹാസ്യതി എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കും. അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരം അദ്ദേഹം ഉപേക്ഷിക്കും. അതെങ്ങനെയായി തീരും? അത് ഭസ്മീ ഭവിഷ്യതി, അത് ഭസ്മമായി തീരുകയും ചെയ്യും. ഹരേ കൃഷ്ണ. വിവർത്തനം. അല്ലയോ രാജാവേ, മിക്കവാറും ഇന്നേക്ക് 5-ാം ദിവസം അദ്ദേഹം ദേഹം ഉപേക്ഷിക്കും. അനന്തരം അദ്ദേഹത്തിന്റെ ശരീരം ഭസ്മമായി തീരുകയും ചെയ്യും. അപ്പൊ 5 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് നാരദരെ. അതിനോടകം അദ്ദേഹത്തിന്റെ ശരീരം ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നാരദമുനിയുടെ പറഞ്ഞു കൊടുക്കുകയാണ് മഹാരാജ യുധിഷ്ഠിരനെ. അപ്പം
ഇത് പറഞ്ഞിട്ട് മനസ്സമാധാനപ്പെടുത്തുകയാണ്. അദ്ദേഹം ഇന്ന് സാധാരണ ലെവലിലല്ല, അദ്ദേഹം അതിനൊക്കെ മുൻപിൽ ഉയർന്നു കഴിഞ്ഞു. അതുകൊണ്ട് അതിനൊക്കെ ഒരുപാട് ഒരുപാട് ഉയർന്നു കഴിഞ്ഞു. അപ്പം യുധിഷ്ഠനെ അദ്ദേഹത്തിന്റെ വലിയച്ഛൻ വസിച്ചിരുന്ന കൊട്ടാരത്തിൽ പോകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞത്. അദ്ദേഹം ഇനിയും അങ്ങ് തിരിക്കും, എവിടേക്ക് തിരിക്കും? ഹിമാലയത്തിലേക്ക് തിരിച്ചിട്ട് അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നമാകും. ഇത്രയും വളരെ ഉയർന്നു കഴിഞ്ഞ സ്ഥിതിക്ക് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുകൂടാ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം സ്വന്തമായ യോഗശക്തിയാൽ ദേഹം വെടിഞ്ഞ ശേഷം പോലും ധൃതരാഷ്ട്രർക്ക് സംസ്കാരകർമ്മം നിർവഹിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ സ്റ്റേജ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ആയിപ്പോയത് കൊണ്ട് അദ്ദേഹത്തിൽ നിന്നും യോഗശക്തി കൊണ്ടുണ്ടാകുന്ന അഗ്നിയാണ് അദ്ദേഹം വെടിയാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഇനി സംസ്കാരകർമ്മം ചെയ്തില്ലെങ്കിലോ എന്നുള്ള ഭയമൊന്നും നിനക്ക് വേണ്ട എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നമ്മള് എന്താണ്, മരിച്ച ഉടനെ എല്ലാവർക്കും സംസ്കാരകർമ്മം വേണമല്ലോ, മക്കള് ചെയ്യേണ്ടതായ നിർബന്ധമുള്ള കാര്യമാണല്ലോ. പക്ഷെ ഇവിടെ അദ്ദേഹം അതിനൊക്കെ അപ്പുറത്ത് കടന്നു കഴിഞ്ഞു. ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. കാരണം അത്രമാത്രം സെൻസിറ്റീവാണ് അദ്ദേഹത്തിന്. അയ്യോ, തന്റെ വലിയച്ഛൻ പോയല്ലോ എന്നുള്ള ആ ഭാവം കൊണ്ട് അദ്ദേഹം പോകാനും അദ്ദേഹം യോഗ പ്രക്രിയയിൽ കൂടി പോകാനും ചിലപ്പോൾ അദ്ദേഹത്തിനെ അവിടെ ചെന്ന് ഉപദ്രവിക്കാതിരിക്കാനുമുള്ള മാർഗം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം സ്വന്തം യോഗശക്തിയാൽ ദേഹം വെടിഞ്ഞ ശേഷം പോലും ധൃതരാഷ്ട്രക്ക് സംസ്കാരകർമ്മം നിർവഹിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു ശുദ്ധഭക്തന്റെ ആ ലെവല് നോക്കിക്കോണം. ഇത്രമാത്രം എങ്ങനെ ഇരുന്ന ഒരു വ്യക്തിയെയാണ് ഏത് രീതിയിലേക്ക് മാറ്റിയെടുത്തു. അദ്ദേഹത്തിന് ഇനിയും ഒരു അവരുത്തരുടെ ബലിയിടയിലും വേണ്ട, അരി നനച്ചിടുകയും വേണ്ട, പൂ നനച്ചിടുകയും വേണ്ട, ഒന്നും വേണ്ടാത്ത ഒരു സ്റ്റേജിൽ അദ്ദേഹത്തെ എത്തിച്ചെടുക്കാൻ വൃതിരർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളിവിടെ ഒരു ശുദ്ധഭക്തന്റെ ആ പ്രവർത്തനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ശരീരം താനേ ചാരമായി രൂപാന്തരം പ്രാപിക്കും എന്ന് നാരദമുനി പറയുന്നു. യോഗശക്തി പ്രാപ്തമായി തീർന്നു കഴിഞ്ഞു. അപ്പം ഒരു യോഗിക്ക് പരിപൂർണതയിലെത്തിയ ഒരു യോഗികളെ ഒരുപാടുണ്ട്. പരിപൂർണതയിലെത്തിയ ഒരു യോഗിക്ക് അവരുപേക്ഷിക്കുന്ന സമയത്ത് അവരുദ്ദേശിക്കുന്ന സമയത്ത് ശരീരം ഉപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈ വർത്തമാന ശരീരം നമ്മൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ ശരീരത്തെ സ്വസൃഷ്ടിത അഗ്നിക്ക് സമർപ്പണം ചെയ്ത് ചാരമാക്കി മാറ്റി. അപ്പം ഭീഷ്മ പിതാമഹനെ ഉദ്ദേശിക്കുന്ന സമയത്ത് പോകാനുള്ള വരം കിട്ടിയിരുന്നു എന്നാണ്. ഇവിടെ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹം തന്റെ ശരീരത്തെ അഗ്നിക്ക് സമർപ്പണം ചെയ്ത് ചാരമാക്കി മാറ്റുക. അപ്പൊ അങ്ങനെ ഏത് ലോകം പ്രാപ്തമാക്കാനും അദ്ദേഹത്തിന് കഴിയും എന്ന് പറഞ്ഞു തന്നു. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് അവിടെ വന്നോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ 61 പേരെയാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഇത്രയും പേരിൽ ആരും ഒന്നും ചോദിക്കുന്നില്ല. ഞാനിപ്പോ ഇത് വായിച്ചു, ഇത്രയും പറഞ്ഞു തന്നു. അപ്പൊ ഇതിൽ നിന്ന് ഒരു ഡൗട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആരെങ്കിലും ഒന്ന് പറയും. അദ്ദേഹത്തിന് അഗ്നിക്ക് സമർപ്പണം ചെയ്തിട്ട് ചാരമാക്കി മാറ്റി അദ്ദേഹത്തെ ആഗ്രഹിക്കുന്ന ഏത് ലോകം പ്രാപ്തമാക്കാൻ കഴിയുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആർക്കും ഡൗട്ട് വന്നില്ലേ? ഹരേ കൃഷ്ണ മാതാജി, ദണ്ഡ പ്രണാമം. ഹരേ കൃഷ്ണ. എത്ര ദുഷ്ടതരം ചെയ്താലും അവസാനം ഭഗവാനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സ്വീകരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലായത്. അതും ഒരു കാര്യമാണ്. എന്ത് ചെയ്തിട്ടും അദ്ദേഹത്തിന് പിന്നെ പല കാരണങ്ങൾ കാണും പ്രഭു. അതിന് കാരണങ്ങൾ വേറെയും കാണും. എന്നാലും ശരി, അത്രമാത്രം ഒരു ശുദ്ധഭക്തന്റെ പ്രവർത്തനം ഹെൽപ്പ് കൊണ്ട് മനസ്സിനെ മാറ്റിയെടുക്കാനും തനിക്ക് അവിടേക്ക് എത്തിച്ചേരാനും കഴിയുന്നു എന്നുള്ളത്. ഇതിന്റെ പുറത്ത് കാരണങ്ങൾ വേറെ കാണും. എന്നിരുന്നാൽ പോലും അവിടെ എത്താൻ കഴിയുമെന്നുള്ളത്. പിന്നെ ഞാനിപ്പോ ചോദിച്ചത് ആഗ്രഹിക്കുന്ന ഏത് ലോകവും പ്രാപ്തമാക്കാനും കഴിയുന്നു എന്ന്, അല്ലേ? അപ്പൊ ഞാൻ ഇതുവരെയും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ആത്മീയ ലോകത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ ഭഗവത്ധാമത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ശുദ്ധഭക്തന്റെ കാലെ പിടിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ശുദ്ധഭക്തന്റെ കാലെ പിടിച്ചാൽ ഭഗവാൻ നമ്മളെ കൊണ്ടുപോയിക്കോളും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് ലോകത്തിലും എത്തുക എന്ന് പറയുമ്പോൾ നമ്മളെ പ്രത്യേകിച്ച് ഇത് യോഗിക് പ്രോസസ്സാണ്, അല്ലെ? അവിടെ ഡിവോഷണൽ സർവീസ് വരുന്നില്ല. ലാസ്റ്റ് സ്റ്റേജിൽ അല്പമേ ഉള്ളൂ ഇവിടെ ഡിവോഷണൽ ഭഗവാനെ കണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ അല്പസമയമേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ അദ്ദേഹം പോകാൻ തയ്യാറാകും. അതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടായി. എന്താണ് അവിടെ കുഴപ്പം? ആരും ആലോചിച്ചിട്ടൊന്നും. മുക്തി മാത്രമേ കിട്ടിയുള്ളൂ, ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അതെ അതെ
താങ്ക് യു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഭാവങ്ങളിൽ നിന്ന് ഏത് ലോകവും പ്രാപിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ആ ലോകത്തിന്, ഇവിടുത്തെ ലോകത്തെയാണ് അവിടെ ഉദ്ദേശിച്ചത്. നമ്മളെ എന്താണ് ബ്രഹ്മലോകം, തപോലോകം, ജനോലോകം, മഹർലോകം, അല്ലെ, അങ്ങനെയുള്ള ലോകങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ശുദ്ധഭക്തന്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും കഴിയുമായിരുന്നില്ല എന്ന് നമ്മൾ കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് ഈ ലോകത്തിലെല്ലാം എത്താൻ കഴിയുന്നെങ്കിലും ഭഗവത് ലോകത്തിലേക്ക് കടക്കണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം? അദ്ദേഹം ബ്രഹ്മലോകത്തിൽ എത്തിക്കഴിഞ്ഞാലും പിന്നെന്ത് വേണം? ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ ഭഗവത് സേവനം ചെയ്യണം. ഭഗവത് സേവനം ചെയ്തിട്ട് അവിടെ നിന്നുകൊണ്ട് ബ്രഹ്മാവ് എപ്പോഴാണോ അങ്ങോട്ട് പോകുന്നത് ആ സമയത്തേ പോകാൻ കഴിയൂ. അപ്പൊ നമ്മള് ഇപ്പൊ എല്ലാം ചെയ്തു, യോഗിക് പ്രോസസ് എല്ലാം ചെയ്ത് എല്ലാ രീതിയിലും ഭഗവാനെ ആ സമാധി സ്റ്റേജിൽ ഭഗവാനെ ദർശിച്ചു. ശംഖചക്ര ഗദാപത്മ രൂപത്തോടു കൂടിയിരിക്കുന്ന ഭഗവാനെ കണ്ടു, ഭഗവാനെ ദർശിച്ചു, നമ്മുടെ ശരീരം ഉപേക്ഷിച്ചു, നമ്മളെ ബ്രഹ്മലോകം ആഗ്രഹിച്ചു, നമ്മൾ ബ്രഹ്മലോകത്തിൽ. ഇപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ബ്രഹ്മലോകമാണെങ്കിൽ അവിടെ പോകാം, ജനലോകമാണെങ്കിൽ പോകാം, മഹർലോകമാണെങ്കിൽ പോകാം, അല്ലെ? അപ്പൊ നമ്മൾ അവിടെ ചെന്നാലും നമുക്ക് എന്ത് ചെയ്യണം? അന്ന് അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ പിന്നെ ഡിവോഷണൽ സർവീസ് ചെയ്ത് ഭക്തിയുത സേവനത്തിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചപ്പോഴാണോ ബ്രഹ്മാവ് അങ്ങോട്ട് പോകുന്നത്, അപ്പോൾ നമുക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത് ആ ഒരു രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. അപ്പം എന്താണ് ഭക്തിയുത സേവനത്തിന്റെ മഹത്വം? എന്താണ്? നൂലേ പിടിച്ചു പോകുന്നത് പോലെ നൂലേ കയറി അങ്ങ് പോകാൻ കഴിയുന്നതാണ് ഭക്തിയുത സേവനം എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പം ഒരു യോഗിക്ക് സ്വയം തിരഞ്ഞെടുക്കുന്ന വിശിഷ്ടമായ സമയത്ത് ശരീരം ഉപേക്ഷിക്കാൻ കഴിയും. അപ്രകാരം വർത്തമാന ഭൗതിക ശരീരത്തെ സ്വസൃഷ്ടിത അഗ്നിക്ക് സമർപ്പണം ചെയ്ത് ചാരമാക്കി മാറ്റി ആഗ്രഹിക്കുന്ന ഏത് ലോകവും പ്രാപ്തമാക്കാനും കഴിയുന്നു. നിങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ഓരോ പോയിന്റ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം. ദേഹ്യമാനേഗ്നിർദേഹേ പഥ്യു പത്നി സഘോടജേ ബഹിസ്ഥിതാപതിം സ്വാധി തമഗ്നിമനുവേക്ഷ്യതി. ദേഹ്യമാനേഗ്നിർദേഹേ പത്യു പത്നി സഘോടജേ ബഹിസ്ഥിതാപതിം സ്വാധി തമഗ്നിമനുവേക്ഷ്യതി. ദേഹ്യമാനേ അഗ്നിഭിർദേഹേ. ദേഹ്യമാനെ എന്ന് പറഞ്ഞാൽ അത് ദഹിപ്പിക്കുന്ന വേളയിൽ, അഗ്നിഭി അഗ്നിയാൽ, ദേഹേ ശരീരം, പത്യു ഭർത്താവിന്റെ, പത്നി ഭാര്യ, സഹ ഉഠജേ ആശ്രമത്തിനൊപ്പം, ബഹി പുറത്തെ, സ്ഥിതാ സ്ഥിതി ചെയ്തു, പതിയും ഭർത്താവിനെ, സാധ്വി പതിവ്രതയായ സ്ത്രീ, തം അത്, അഗ്നി അഗ്നി, അനുവേക്ഷിതി അതീവ ആദരവോടെ വീക്ഷിച്ചുകൊണ്ട് അഗ്നിയിൽ പ്രവേശിക്കും. അപ്പൊ ഇനി നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെ? അപ്പൊ അവിടെ ദഹ്യമാനേഗ്നിഭിഹി. ശ്ലോകം ഒന്ന് എപ്പം വായിച്ചോളൂ, ഇത് തീർക്കണം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദഹ്യമാനേഗ്നിഭിർദേഹേ പത്നി സഹോടജേ ബഹിസ്ഥിതാപതി സ്വാധി തമഗ്നിമനുവേക്ഷ്യതി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും വായിക്കണം? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദഹ്യമാനേഗ്നിർഭിർദേഹേ പത്നി സഹോടജേ ദഹ്യമാനേഗ്നിർഭിർദേഹേ പത്നി സഹോടജേ ബഹിംസിതാപതിം സ്വാധി തമഗ്നിമനുവേക്ഷ്യതി. ഹരേ കൃഷ്ണ. സാധ്വി എന്നാണ് പറയുന്നത്. അപ്പൊ ദഹ്യമാനെ അഗ്നിഭി ദേഹേ. ദഹ്യമാനെ അങ്ങനെ ദഹിപ്പിക്കുന്ന, ശരീരത്തെ ദഹിപ്പിക്കുന്ന അവസരത്തിൽ, അപ്പൊ അവിടെ നമ്മൾ ഓർക്കണം, ദഹിപ്പിക്കുകയാണ്, ധൃതരാഷ്ട്രം ദഹിപ്പിക്കുക എന്ന് വെച്ചാൽ ഞാനല്ല ശരീരം, അല്ലെ? എന്റെ ശരീരത്തെ ഞാൻ ദഹിപ്പിക്കുന്നു. ദഹ്യമാനെ അഗ്നിഭിർദേഹേ, അഗ്നിഭിഹി എന്ന് പറഞ്ഞ അഗ്നിയാൽ, ദേഹേ ശരീരത്തെ, ശരീരം ദഹിപ്പിക്കുന്ന അവസരത്തിൽ, ആത്മം കൂടെ ആരുണ്ട്? ഗാന്ധാരി ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ പത്യു ഭർത്താവിന്റെ, സ്വന്തം ഭർത്താവിന്റെ, പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യ, പത്നി അത് നമുക്ക് മലയാളത്തിലുള്ളതാണല്ലോ. സഹ ഉഠജേ ഉടജത്തോടുകൂടി, ഉടജം എന്ന് പറഞ്ഞാൽ ആശ്രമം, ആശ്രമത്തോടുകൂടി, ആശ്രമത്തിനോടൊപ്പം, ബഹിഹി പുറത്ത്, കാന്താരി വെളിയിൽ നിൽക്കുകയാണ്, ബഹിഹി സ്ഥിതി ചെയ്തു, നിന്നു.
പതിയും ഭർത്താവിനെ സാധ്വി എന്ന് വെച്ചാൽ അവര് ആദ്യ തൊട്ടേ പതിവ്രതയാണെന്ന് നമുക്കെല്ലാം അറിയാം. സാധ്വി പതിവ്രതയായ സ്ത്രീ തം ആ അഗ്നി അനിവേക്ഷ്യതി അതീവ ആദരവോടെ വീക്ഷിച്ചുകൊണ്ട് അഗ്നിയിൽ പ്രവേശിക്കും. അപ്പം നടക്കാൻ പോകുന്ന കാര്യം പറയുകയാണ്. ദഹ്യമാനേ അഗ്നിഭിർദേഹേ പത്യുപത്നി സഹോഠജേ ബഹിസ്ഥിതാ പതിം സാധ്വി തമഗ്നിമനുവേക്ഷ്യതേ. അപ്പം ദഹിപ്പിക്കുന്ന അവസരത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുകയാണ്. അപ്പൊ അതിന്റെ വിവർത്തനം: യോഗശക്തിയാൽ പർണശാലയോടൊപ്പം അഗ്നിക്ക് സ്വയം സമർപ്പണം ചെയ്യുന്ന സ്വഭർത്താവിനെ ആശ്രമത്തിന് പുറത്തു നിന്ന് ദർശിക്കുന്ന മാത്രയിൽ സാധ്വിയായ ആ പത്നി അതീവ ആദരവോടെ അഗ്നിയിൽ പ്രവേശിക്കും. ഇനിയും നാരദർക്ക് ഒരു സംശയം. ഉടനെ അയ്യോ ആരുമില്ലല്ലോ, വലിയമ്മ തന്നെ ഉള്ളല്ലോ, വലിയച്ഛൻ അങ്ങ് പോവുകയും ചെയ്യുമല്ലോ, ഇനിയും പോയി വലിയമ്മയെ കൊണ്ടുവരാനായിട്ട് പോകുമോ എന്നുള്ളത്. അതില്ല, അതിന്റെ ആവശ്യമില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഗാന്ധാരി ആദർശയോഗ്യനായ സ്വഭർത്താവിന്റെ ഉത്തമ ജീവിത പങ്കാളിയായിട്ട് അവരെന്നും ഉണ്ടായിരുന്നു. തന്റെ ഭർത്താവ് യോഗശക്തിയാൽ ആ കുടീരത്തിൽ പുല്ലുമേഞ്ഞതായിരിക്കുമല്ലോ അവരുടെ കുടീരം, അതിനെ അഗ്നിക്ക് സമർപ്പണം ചെയ്തപ്പോൾ അപ്പം അവർക്ക് ആരുമില്ലാതെയാകുന്നു. അങ്ങനെ ആകുമ്പോൾ അവരെ ഭർത്താവിനോട് ഇണങ്ങി തിരിച്ചു. ഇവരൊക്കെ പോകുന്ന അവസരത്തിൽ യോഗികളൊന്നും പിന്നെ ഭാര്യയോടൊന്നും സംസാരമില്ല. അവരൊക്കെ അവരുടേതായ കാര്യങ്ങൾ നോക്കി പോവുകയാണ്. അങ്ങനെയാണ് ഭഗവാനിലേക്ക് പോകുന്ന അവസരത്തിലെ തിരിഞ്ഞു നോക്കരുതേ എന്നുള്ളതാണ്. മറ്റുള്ളവരെ, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഈ ചിന്തകൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞ ആ ശരീരത്തിന്റെ അടുത്ത് കിടന്ന് മരിക്കുന്ന സമയത്ത് ഒന്നും വിളിച്ചു പോവല്ലേ എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് വിളിച്ചു പോകുന്ന അവസരത്തിൽ അവരുടെ ശ്രദ്ധ എവിടേക്ക് വരും? ഈ നിൽക്കുന്നവരിലേക്ക് വരും. അങ്ങനെ വരാതെ അങ്ങ് പോകാൻ വേണ്ടിയാണ് നമ്മളുടെ ആ ശ്രദ്ധയെല്ലാം നമ്മൾ എവിടേക്ക് കൊടുക്കണം? ആ സമയത്ത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ എന്താണ്? അവരുടെ ചിന്ത അങ്ങോട്ട് പോകും. അപ്പൊ അതുകൊണ്ടാണ് ഈ അന്ത്യസമയത്ത് നമ്മൾ വിളിച്ചു പോവല്ലേ എന്നൊക്കെ പണ്ട് കാലത്താണെ വിളിച്ചു പോകാൻ ആളിനെ കൂടെ വിളിച്ചുകൊണ്ടൊന്ന് വിളിച്ചു പോവായിരുന്നു, കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതെല്ലാം ഇവരുടെ എല്ലാവരും നഷ്ടപ്പെട്ടു. 100 പുത്രന്മാരും നഷ്ടപ്പെട്ടു, കൊട്ടാരം ഉപേക്ഷിച്ചു, സ്വന്തം ഭർത്താവിന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചു. ഇപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അഗ്നിയിൽ തന്റെ പുല്ലുമേഞ്ഞ ആ പർണശാലയും ദഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പോകുന്നു. ആ സമരത്തെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അവരെന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ ആ പത്നി അവരെ എന്ത് ചെയ്യും? ഭർത്താവിനൊപ്പം അദ്ദേഹത്തിന്റെ ചിതയിൽ പ്രവേശിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സതി എന്ന വാക്കിന്റെ പ്രാധാന്യം? സതി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ ഇങ്ങനെ ആദർശയോഗ്യരായ പാണ്ഡു പോയ സമയത്ത് ആരാണ് സതി അനുഷ്ഠിച്ചത്? പാണ്ഡുവിന് കുന്തിദേവി പോയില്ല. കുന്തിദേവി അവരൊരു തീരുമാനമെടുത്ത് 2 ഭാര്യമാരുടെ കുട്ടികളെ നോക്കാൻ ആരുമില്ല, അതുകൊണ്ട് അത് കഴിവുള്ള കുന്തിയെ ഇവിടെ നിർത്തിയിട്ട് ആര് പോയി? മാതിരി പോയി. അതുപോലെ അവിടെ അതപ്പം സ്വന്തം ഇഷ്ടത്തോടു കൂടി അത് ചെയ്യണം, എന്നാലേ അത് ഫലപ്രദമാകുകയുള്ളൂ. അപ്പം അത് അങ്ങനെ വന്ന് അന്നത്തെ ജനങ്ങൾ, അന്നത്തെ സ്ത്രീകൾ അതിന് തയ്യാറായിരുന്നു. ഭർത്താവ് പോയെന്ന് പറയുമ്പോൾ കൂടെ എന്ത് ചെയ്യുമായിരുന്നു? മരിക്കാനായിട്ട് അവര് തയ്യാറായി, അവര് തന്നെ അതിന് ഒരുങ്ങി വരുമായിരുന്നു. പക്ഷെ പിന്നെ കാലക്രമങ്ങൾ കഴിഞ്ഞപ്പം മനുഷ്യന്റെ മനസ്സ് മാറി, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി, അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചു തുടങ്ങി. അവരെ വെറുതെ പിടിച്ച് താൻ കൂടി പോകാമെന്ന് സമ്മതിച്ചു കൊണ്ടുപോകുന്ന സ്ത്രീരത്നങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് വന്നപ്പോഴത്തേക്ക് ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ എന്ത് ചെയ്യും? അവരെ പിടിച്ചു കൊണ്ടുപോയി അഗ്നിയിൽ എറിയുന്ന അവസ്ഥ ഉണ്ടായപ്പോഴാണ് അത് പൈശാചികമായ ഒരു കുറ്റകൃത്യമായിട്ട് പിന്നീട് തീരുകയും ചെയ്തു. ബലാത്കാരത്തോടു കൂടി. ഇപ്പൊ നോർത്ത് ഇന്ത്യ, നമ്മുടെ കേരളക്കാരൊന്നും അതൊന്നും വലുതായിട്ട് അനുഭവിച്ചിട്ടില്ല. പക്ഷെ നോർത്ത് ഇന്ത്യൻസ് എല്ലാം അങ്ങനെയുള്ള ആ പൈശാചികമായിട്ടുള്ള പ്രവൃത്തി, സ്ത്രീകളെ പിടിച്ച് ചിലപ്പം വിവാഹം കഴിച്ച് കുറച്ച് ദിവസമേ ആയിക്കൊള്ളൂ, ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയാൽ ഈ ഭാര്യ എന്ന് പറയുന്നവർ ഉടനെ അതിനകത്ത് ചാടണം. അപ്പൊ ആ കുട്ടി ഭയന്ന് പേടിച്ച് വിറച്ച് വിളിച്ചു പോവുകയാണ്. തന്റെ അമ്മയും അച്ഛനെയും വിളിക്കുകയാണ്. തനിക്ക് വേണ്ട, എനിക്ക് തീ പോവാൻ പേടി, മറ്റൊന്നും കൊണ്ടല്ല, തീ ചാടാൻ ഭയന്ന് വിറയ്ക്കുന്ന അവസരത്തിലും ആ കുട്ടിയെ പിടിച്ചു കെട്ടി എറിയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനെ പിന്നീട് അങ്ങനെ അതിനെ ഇല്ലാതാക്കുകയും ചെയ്തു. വില്യം ബെന്റിക്ക് അതിനെ, ഇവിടുത്തെ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക്കാണ് അതിനെ ഇല്ലാതാക്കിയത്. അങ്ങനെ ആ സതി അനുഷ്ഠാനം
നിന്ദ്യവും ഹീനവും പൈശാചികവുമായി കുറ്റകൃത്യമായി പരിഗണിക്കപ്പെട്ടുകൊണ്ട് അതിനെയെല്ലാം നിർത്തിവെച്ചു ഇന്ന്. പക്ഷേ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ലാതെ പരിശുദ്ധ ഭക്തിയോടുകൂടി, ഭർത്താവിനോടുള്ള പരിശുദ്ധ പ്രേമത്തോടുകൂടി, എന്നുവെച്ചാൽ ആ ഭക്തിയാണ്, അതോടുകൂടി അവർ ചാടാൻ തയ്യാറായി നിൽക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇവിടെയും ഇവരെന്ത് ചെയ്യും? ഇതിൽ നിന്നെല്ലാം മാറി അവരുടെ മനസ്സിന് അതിന് തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് നീ അങ്ങോട്ടെങ്ങും പോകണ്ട എന്നുള്ള പ്രവചനം മഹാരാജ് വിദുഷനെ അദ്ദേഹത്തിന്റെ വിധവയ മാതാവ് ഗാന്ധാരിയുടെ അടുക്ക പോകുന്നതിൽ നിന്നും വിലക്കി എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് അങ്ങനെ സതി ആചരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗാന്ധാരിയും ഉടൻ തന്നെ 5 ദിവസത്തിനകം അദ്ദേഹത്തോടൊപ്പം തന്നെ ശരീരം ഉപേക്ഷിക്കുമെന്ന് ഉറപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം കൂടി 2. വിദുരസ്തു തദാശ്ചര്യം നിശാമ്യ കുരുനന്ദന ഹർഷശോകയുതസ്തസ്മാത് ഗന്ധാതീർത്ഥ നിക്ഷേപകഃ. വിദുരസ്തു തദാശ്ചര്യം നിശാമ്യ കുരുനന്ദന ഹർഷശോകയുതസ്തസ്മാത് ഗന്ധാതീർത്ഥ നിക്ഷേപകഃ. വിദുരസ്തു, വിദുരഹ എന്നുള്ളതാണ് വിദുരരും, തു എന്ന് വെച്ചാൽ അതേ സമയം, തത് ആ സംഭവം, ആശ്ചര്യം വളരെ ആശ്ചര്യത്തോടുകൂടി, നിശാമ്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, കുരുനന്ദന അല്ലയോ കുരുവംശനന്ദനായ യുധിഷ്ഠിര, ഹർഷ ശോകയുധ എന്ന് പറഞ്ഞാൽ ഹർഷ എന്ന് പറഞ്ഞാൽ സന്തോഷം അല്ലെ, ശോക എന്ന് പറഞ്ഞാൽ ദുഃഖം, യുധ ബാധിതനായി. ഒരു വശത്ത് സന്തോഷം തോന്നി, തനിക്ക് അദ്ദേഹത്തെ ഇപ്രകാരം ആ ഭഗവാന്റെ അടുത്തേക്ക് വിടാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഹർഷം ഒരു ഭാഗത്ത്, തന്റെ ജ്യേഷ്ഠൻ പോയല്ലോ എന്നുള്ള ശോകം ഒരു ഭാഗത്തെ, ഹർഷ ശോകയുധ അതിനാൽ ബാധിക്കപ്പെട്ട്, തസ്മാത് ആ സ്ഥലം ഉപേക്ഷിച്ച്, ഗന്ധ എന്ന് പറഞ്ഞാൽ വളരെ വിദൂരതയിലേക്ക് പോകും, അദ്ദേഹം അവിടെ നിൽക്കത്തില്ല. തീർത്ഥസ്ഥലത്തേക്ക് തീർത്ഥാടനത്തിനായി അദ്ദേഹത്തിന്റെ മനസ്സിനെ പ്രയാസത്തിൽ നിന്ന് ഉജ്ജീവിപ്പിക്കാനായിട്ട് അദ്ദേഹം തീർത്ഥാടനത്തിനായിട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിദുരസ്തു തദാശ്ചര്യം നിശാമ്യ കുരുനന്ദന ഹർഷശോകയുതസ്തസ്മാത് ഗന്ധാ തീർത്ഥ നിക്ഷേപകഃ. സന്തോഷത്താലും സന്താപത്താലും ആകുലചിത്തനായി വിദുരർ ആ പവിത്രമായ തീർത്ഥാടന സ്ഥാനം ഉപേക്ഷിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് സന്തോഷവും ഉണ്ട് ഒരു ഭാഗത്ത്, സന്താപവും ഉണ്ട്. അപ്പം തന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും പോയിരിക്കുന്നു എന്നുള്ള തങ്ങളെയൊക്കെ റെസ്പോൺസിബിൾ ആയിരുന്ന ആ വ്യക്തി പോയല്ലോ എന്നുള്ള ചിന്തയും അദ്ദേഹത്തിന് ഉണ്ട്. പൂർവ്വജീവിതത്തിൽ ഭൗതികതയോട് ഗാഢ ആസക്തി ഉണ്ടായിരുന്ന തന്റെ ഭ്രാതാവ് ധൃതരാഷ്ട്ര ഒരു തികഞ്ഞ മുക്തയോഗിയെ പോലെ അദ്ദേഹം അഗ്നിക്ക് സമർപ്പണം ചെയ്ത് ദർശിച്ച് വിദുരർ അത്ഭുത സ്തബ്ധനായി. എന്ന് വെച്ചാൽ ഇത്രയും ആസക്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയില്ല. ധൃതരാഷ്ട്രനാണ്, രാഷ്ട്രത്തോട് അത്രമാത്രം എന്താണ് പറയാ അത്യാസക്തിയായിരുന്നു. അങ്ങനെയുള്ള ആ വ്യക്തി തന്റെ ശരീരത്തെ പോലും അഗ്നിക്ക് സമർപ്പണം ചെയ്യുന്നത് ഓർത്ത് അദ്ദേഹം അത്ഭുതസ്തബ്ധനായി. അപ്പം ജീവിതത്തിന്റെ അഭികാമ്യമായ ലക്ഷ്യത്തെ ധൃതരാഷ്ട്ര പ്രാപ്തമാക്കിയത് വിദുരരുടെ സംസർഗം കൊണ്ട് മാത്രം ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ സ്വഭ്രാതാവിനെ ഒരു ശുദ്ധഭക്തനാക്കി മാറ്റുവാൻ കഴിയാത്തതിനാൽ അദ്ദേഹത്തിന് നന്നേ വിഷമമുണ്ടായിരുന്നു. അപ്പൊ താൻ കൂടെ നിന്നിട്ട് പോലും എന്തോ അദ്ദേഹത്തെ ഒരു ശുദ്ധഭക്തനാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പം ധൃതരാഷ്ട്ര ഭഗവാന്റെ പരിപൂർണ ഭക്തരായ പാണ്ഡവരോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തിയത് കൊണ്ടാണ് അപ്പം അദ്ദേഹത്തെ ഭഗവത് ഭക്തനാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. അപ്പം ഭഗവാൻ കൂടെ ഏത് സമയത്തും ഭഗവാൻ കൂടെ ഉണ്ടായിട്ടും പാണ്ഡവര് നല്ലവരായ പാണ്ഡവര് കൂടെ ഉണ്ടായിട്ടും പക്ഷെ അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവരോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തി അത്യന്തം ആപത്കരമാണ് ഭഗവത് ഭക്ത പാദാംബുജ അപരാധം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തെ ശുദ്ധഭക്തനാക്കാൻ കഴിയാതെ പോയതേ എന്നുള്ളതാണ്. അപ്പം വിദുരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അപാരമായ കൃപ കൊണ്ട് ഇത്രയും ആദ്യം ഇത് സാധിച്ചു എങ്കിലും ഭഗവത് കൃപ എത്രത്തോളം ഉണ്ട് എന്നതെ മനസ്സിലാക്കിയെടുക്കാനാണ് ഈ ധൃതരാഷ്ട്രയുടെ ഈ സംഭവയുടെ വന്നത് എങ്കിലും മുക്തി മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് ഭഗവത് പ്രേമത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് വിടാൻ അങ്ങനെ പോകാൻ അദ്ദേഹത്തിന്
കഴിഞ്ഞില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അദ്ദേഹം മോക്ഷപ്രാപ്തിയിലൂടെ അദ്ദേഹം പോകുന്നു എന്ന് കേട്ടു. അങ്ങനെ അദ്ദേഹം തീർത്ഥാടനത്തിൽ കൊണ്ടെത്തിച്ചു. അദ്ദേഹത്തിന്റെ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിനെ മുക്തി പ്രാപ്തമാക്കുകയും ചെയ്തു എന്ന് നമ്മളിവിടെ കാണുന്നു. അപ്പൊ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ യുധിഷ്ഠിരൻ ശ്രമിക്കരുത് എന്നും പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് അടുത്ത ശ്ലോകം കൂടി പറഞ്ഞിട്ട് ഇതങ്ങ് എടുക്കാം. ഇത്യുക്താധാരുഹത് സ്വർഗം നാരദ സഹ തമ്പുരു യുധിഷ്ഠിരോ വചസ്തസ്യ ഹൃദി കൃത്വാ ജഹശുചഃ ഇതി ഉക്ത്വാ അഥ ആഹുരത് എന്ന് അതിനെ നമ്മൾ പിരിക്കുന്നു. ഇതി ഉക്ത്വാ, ഇത് ഈ പ്രകാരം, ഉക്ത്വാ പറഞ്ഞതിന് ശേഷം, സംബോധന ചെയ്തതിന് ശേഷം, പറഞ്ഞതിന് ശേഷം, അഥ അനന്തരം പിന്നീട്, ആരുഹത്ത് എന്ന് വെച്ചാൽ ആരോഹണം ചെയ്തു, അരുഹത്ത് പോയി, സ്വർഗം എവിടേക്ക് പോയി? സ്വർഗലോകത്തേക്ക്. സ്വർഗം നാരദ തമ്പുരുഹു, നാരദ. അപ്പൊ നാരദരെ, ഋഷിശ്രേഷ്ഠനായ നാരദ മഹർഷി ആരെ? തമ്പുരുഹു, അദ്ദേഹത്തിന്റെ വീണ, അദ്ദേഹത്തിന്റെ തമ്പുരുവിനോടൊപ്പം എവിടെ പോയി? അങ്ങനെ പോയി എന്ന് പറയുന്നു. അപ്പം എവിടേക്കാ പോയത്? അദ്ദേഹം എല്ലാ ലോകങ്ങളിലും അദ്ദേഹം സ്വർഗലോകത്ത് പോകും. ആത്മീയലോകത്തിന് എത്തുമ്പോൾ രാധാറാണിയുടെ കൃപയാൽ അദ്ദേഹത്തിന് അത്രയും കടക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അപ്പൊ യുധിഷ്ഠിരോ വചസ്തസ്യ, യുധിഷ്ഠിര മഹാരാജാവ്, വചഹ നിർദ്ദേശങ്ങൾ, തസ്യ അദ്ദേഹത്തിന്റെ, ഹൃദി കൃത്വ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നു, അജഹാദ് ഉപേക്ഷിച്ചു, ശുച എല്ലാ പരിദേവനങ്ങളും. അപ്പോഴേ ഇത്യുക്ത്വാ ഇതി ഉക്ത്വാ അഥ ആരുഹത് സ്വർഗം നാരദ സഹ തമ്പുരു യുധിഷ്ഠിര വചസ്തസ്യ എന്ന് പറഞ്ഞ വചഹ തസ്യ ഹൃദി കൃത്വ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട്, അജഹാദ് എന്ന് വെച്ചാൽ പോയി, ഉപേക്ഷിച്ചു, ശുച എല്ലാ പരിദേവനങ്ങളും. അപ്പം അപ്രകാരം അരുളി ചെയ്തുകൊണ്ട് ഋഷിശ്രേഷ്ഠനായ ദേവർഷി നാരദൻ അദ്ദേഹത്തിന്റെ തമ്പുരുവുമേന്തി സ്വർഗലോകത്തിലേക്ക് ആരോഹണം ചെയ്തു. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കിയാൽ മഹാരാജാവ് യുധിഷ്ഠിരനെ സർവ്വവിധ പരിദേവനങ്ങളിൽ നിന്നും വിമുക്തനാകാൻ കഴിഞ്ഞു. അപ്പം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഉപദേശങ്ങൾ കൊണ്ട് എന്റെ വലിയച്ഛൻ പോയല്ലോ, വലിയമ്മ പോയല്ലോ എന്നുള്ള വിഷമങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹത്തിന് അതിൽ നിന്നെല്ലാം മുക്തി നേടാൻ കഴിഞ്ഞു. അപ്പം ഇവിടെ മറ്റവർ രണ്ടുപേരും 5 ദിവസം കഴിയുമ്പോൾ അവരുടെ ശരീരം ഉപേക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് നാരദരും തിരിച്ചു പോകും. ഞാനും തിരിച്ചു പോകും. അത് തന്നെയല്ലേ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവത് കൃപയാൽ ആത്മീയ ശരീരത്താൽ എവിടെയും അദ്ദേഹത്തിന് കടന്നു ചെല്ലാൻ ഭൗതികവും ആത്മീയവുമായ ഏത് ലോകങ്ങളിലും നിമിഷ നേരം കൊണ്ട് യാതൊരു തടസ്സവും നിയന്ത്രണവും ഇല്ലാതെ എത്തിച്ചേരാൻ അദ്ദേഹത്തിന് കഴിയും. ഒരു ദാസീപുത്രനായുള്ള അദ്ദേഹത്തിന്റെ പൂർവ്വജന്മം നമ്മളെല്ലാം അത് പഠിച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഓർമ്മ കാണും. ഇപ്പോഴേ നിത്യ ഗഗനസഞ്ചാരി എന്ന പദവിയിലേക്ക് അദ്ദേഹം ഉയർന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ആ കാലടികൾ, അദ്ദേഹം പറഞ്ഞു തരുന്ന മാർഗങ്ങൾ, എങ്ങനെ ഭഗവാനിലെത്താം എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചതിന്റെ ഉദ്ദേശം അതാണ്. ഒരു സാധാരണ ബാലൻ എങ്ങനെയാണ് ഈ ഏതൊരു ആകാശ ലോകത്തിലേക്കും ഏതൊരു രീതിയിലേക്ക് ഉയർത്തിയെടുക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് ആ സ്റ്റോറി നമുക്ക് പറഞ്ഞത്. എന്തിനാണ് ഈ സ്റ്റോറിയൊക്കെ പറഞ്ഞു തരുന്നതെന്ന് ഇപ്പൊ നിങ്ങൾക്കൊക്കെ തോന്നും, ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യമെന്നും തോന്നും. പക്ഷേ ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ഉയർത്തിയെടുക്കാനും നമ്മൾ എങ്ങനെ ഉയർന്നു പോകാൻ കഴിയുമെന്നുള്ള ആ ചിന്താഗതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. യുധിഷ്ഠിരൻ ധർമ്മിഷ്ഠനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് നാരദമുനി ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ആ ധർമ്മിഷ്ഠത കൊണ്ടതിന് കഴിയുകയും അങ്ങനെ അതുപോലെയുള്ള നാരദമുനിയുടെ കാൽപ്പാടുകളെ പിന്തുടരുന്നവരെ നമുക്കും കിട്ടാൻ ചാൻസസ് നമ്മൾ വിചാരിച്ചാലും സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശുദ്ധഭക്ത സംസർഗം നമ്മളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കും. അപ്പം നാരദന്റെ ആ ശ്ലോകം ഇത്യുക്താധാരുഹത് സ്വർഗം നാരദ സഹ തമ്പുരു വായിക്കുന്നു ആരെങ്കിലും? ഹരേ കൃഷ്ണ.